ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് കൈരേഖയിൽ ഭാഗ്യം അറിയാം. നിങ്ങൾ വീഡിയോ മുഴുവൻ കാണണം. ഏകദേശം 50ഓളം കൈരേഖയുടെ ഞാൻ വരച്ച ചിത്രങ്ങൾ കാണിക്കുന്നുണ്ട്. അതിൽ ഭാഗ്യം തരുന്ന രേഖകളുണ്ട്. ആ രേഖകളെക്കുറിച്ച് പറയുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട ധനനഷ്ടം ഉണ്ടാക്കുന്ന ചില രേഖകളുണ്ട്. അതായത് സാമ്പത്തികമായ തട്ടിപ്പുകളിൽ പോയി ചാടുന്നവരെ, എവിടെ തട്ടിപ്പുണ്ടെങ്കിലും അവിടെ പോയി ചാടുന്നവരെ, അങ്ങനെയുള്ളവരുടെ ചില രേഖകൾ. പണം കൊടുത്താൽ കിട്ടത്തില്ല, അല്ലെങ്കിൽ അവർക്ക് ഒരു പണമായിക്കോട്ടെ സ്വർണമായിക്കോട്ടെ കടം കൊടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ പിന്നീട് അത് കിട്ടാതെ വരിക, അങ്ങനെയുള്ളവരുടെ രേഖകൾ. ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ അവസാനം വരെ കാണണമെന്ന് ഞാൻ ഒന്നുകൂടി പറയുന്നു, കാരണം അതിൻ്റെ അകത്ത് കാര്യമുണ്ട്. ഭാഗ്യം തരുന്ന രേഖകൾ കൂടുതൽ ഭാഗ്യം ഉണ്ടാകാൻ വേണ്ടി ചെയ്യേണ്ട ചില രഹസ്യ വഴിപാടുകൾ അവസാനം പറയുന്നുണ്ട്. ഇനിയും നഷ്ടം വരുത്തുന്ന രേഖകൾ, ആ രേഖകളെക്കുറിച്ച് മനസ്സിലാക്കിയാൽ ലക്ഷക്കണക്കിന് നഷ്ടം ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ നഷ്ടങ്ങൾ ഒഴിവാക്കിയ ആളുകളുണ്ട്. ചില രേഖകൾ ധനം, ഇപ്പോൾ ഒരാൾ ബിസിനസ് തുടങ്ങാൻ പോകുന്നു, ആ സമയത്ത് അയാളുടെ കയ്യിലെ രേഖകൾ ചില തടസ്സങ്ങൾ കാണിക്കുന്നു, അല്ലെങ്കിൽ ധനനഷ്ടത്തിനുള്ള സൂചനകൾ കാണിക്കുന്നെങ്കിൽ ആ സമയത്ത് അതിന് പോകാതിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞ ലക്ഷങ്ങൾ ലാഭിച്ചവരുണ്ട്, നഷ്ടങ്ങൾ ഉണ്ടാകാതെ. പിന്നെ ചില കയ്യിലെ ചില രേഖകൾ കണ്ടു കഴിഞ്ഞാൽ അത്രക്കാർ പണം കടം കൊടുത്താൽ കിട്ടത്തില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്വർണ്ണമൊക്കെ ആയിക്കോട്ടെ, സ്ത്രീകളാണെങ്കിൽ അവരോട് ആരെങ്കിലും വന്ന് ചോദിച്ചിട്ട് വീട്ടുകാരറിയാതെ ഇച്ചിരി സ്വർണം താ, പണയം വെക്കാനാണ്, പിന്നെ ഘടിപ്പിച്ച് തരാം, അങ്ങനെ കൊടുത്താൽ ചിലപ്പോൾ കിട്ടത്തില്ല. അങ്ങനെയുള്ളവരുടെ രേഖകൾ, കാരണം ഇതെല്ലാം ഞാൻ പരിശോധിച്ചിട്ടുള്ള, അതുകൊണ്ടായി പറയുന്നത്. അല്ല പുസ്തകത്തിൽ അവിടെ ഇവിടെ കാണുന്നതല്ല, അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. അപ്പോൾ അത് രേഖയുള്ളവർ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ലക്ഷങ്ങൾ ലാഭിക്കാൻ പറ്റും. മാത്രമല്ല ജീവിതത്തിലെ പല പ്രതിസന്ധികളെ ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ രേഖയുള്ളവർക്ക് ചെയ്യേണ്ട ചില പരിഹാരങ്ങളുണ്ട്. അവർക്ക് അങ്ങനെ ആ ഭാഗ്യദോഷങ്ങൾ മാറിപ്പോകാനും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാനും അത്തരം രഹസ്യമായ ചില ഭദ്രകാളിയുടെ കാര്യങ്ങൾ അവസാനം പറയുന്നുണ്ട്. പിന്നെ വിഷ്ണുവിൻ്റെ അനുഗ്രഹമുള്ളവരുടെ കയ്യിൽ രേഖയിൽ ചില പ്രത്യേകതകളുണ്ട്. അതുപോലെ ശിവന്റെ അനുഗ്രഹമുള്ളവരുടെ രേഖയിൽ ചില രഹസ്യ സൂചനകളുണ്ട്. ഭദ്രകാളിയുടെ അനുഗ്രഹമുള്ളവരുടെ കൈകളിൽ ചില രഹസ്യ സൂചനകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഏകദേശം പറഞ്ഞു വരുമ്പം എപ്പോഴാണ് പറയുന്നത് പറ്റുമെന്ന് അറിയത്തില്ല. ചിലപ്പം ആദ്യം പറയാൻ പറ്റും, ചിലപ്പം പകുതിക്കേ പറയാൻ പറ്റത്തുള്ളൂ, ചിലപ്പോൾ അവസാനമായിരിക്കും പറയുന്നത്. നിങ്ങൾ മിസ് ചെയ്യരുത്, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ കൈരേഖയിൽ ചില ഇതുണ്ട്, ഈ ചില സൂചനകൾ, ത്രികോണം, ക്രോസ്, നേർരേഖ, വല, ചിതറിയ രേഖ, പിന്നെ രേഖയുടെ അറ്റത്ത് തൂവൽ പോലെ, രേഖയിൽ വൃത്തം, ആഴത്തിലുള്ള രേഖ. അത് ഞാൻ എഴുതിയിരിക്കുക, അത് വരച്ചാൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ആഴത്തിലുള്ള രേഖ, നേർത്ത രേഖ, വീതി കൂടിയ രേഖ, ശൂലം, ചതുരം, വിട്ട് രേഖ, ഇങ്ങനെയുള്ള രേഖയിലെ ചില സൂചനകളെക്കുറിച്ചും പറയുന്നുണ്ട്. അതൊക്കെ ചിലപ്പം എപ്പോഴാണ് പറയുന്നത് അറിയത്തില്ല, ചിലപ്പോൾ അവസാനമായിരിക്കാം, ചിലപ്പോൾ ഇടയ്ക്കായിരിക്കാം. ഏതായാലും മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കുമായി ഒരു വലിയ ഒരു കാര്യമായിരിക്കും. അതുപോലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 10,000-ലേറെ കൈകൾ പരിശോധിച്ച അനുഭവത്തിൽ നിന്ന് പറയുന്നത്, അല്ല പുസ്തകങ്ങളിൽ നിന്നൊന്നും പറയുന്ന കാര്യമല്ല. ഞാൻ കണ്ട ജീവിതങ്ങൾ, ഞാൻ പറഞ്ഞു കൊടുത്ത് മാറിയ ജീവിതങ്ങൾ, അങ്ങനെ പറയുന്നതാണ്. അതിന് വിലയിടാൻ പറ്റത്തില്ല. നിങ്ങളുടെ ജീവിതം തന്നെ തിരിച്ചു പിടിക്കാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് മുഴുവൻ കാണാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് എന്നേക്കുമായി ഉപകാരപ്പെടും. കാരണം ഞാൻ ഇത്രയും മെനക്കെട്ട് ഇത് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്കൂടെ പ്രയോജനപ്പെടട്ടെ എന്ന് കരുതി പറഞ്ഞു. 50-ലേറെ രേഖാചിത്രങ്ങൾ ഞാൻ വരച്ചാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനെത്രയോ സമയം, അപ്പോൾ എത്രയോ സമയമെടുത്ത് എന്തെല്ലാം കാര്യങ്ങൾ അതേക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എത്രയോ മെനക്കെട്ടാണ്, എത്രയോ ബുദ്ധിമുട്ടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇനി ഇതുപോലൊരു വീഡിയോ ഉണ്ടായിരിക്കത്തില്ല. ഞാനിന്ന് വീഡിയോ ചെയ്യാൻ കാര്യം, ഞാൻ കൈരേഖയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് കണ്ടൊരു വീഡിയോ ഇട്ടായിരുന്നു. പക്ഷേ അത് അധികം ആളുകൾ കണ്ടില്ല, അതുകൊണ്ട് ഞാനങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഒരുപാട് ആളുകൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു, സാറേ അത് ഞങ്ങൾക്ക് കാണണമായിരുന്നു എന്ന്, ഒരുപാട് ആളുകൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഏതായാലും ഞാൻ ഡിലീറ്റ് ചെയ്യത്തില്ല, ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി, നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന സ്ഥിരം ആളുകളുണ്ട്, എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ജീവിതത്തിൽ ഗുണം ഉണ്ടാകാൻ വേണ്ടി, അപ്പോൾ അവർക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടായിക്കഴിഞ്ഞ് നമുക്ക് വാട്സപ്പിലൊരു മെസ്സേജൊക്കെ ചെയ്യും, സാറേ ഞാൻ ഇന്ന കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് എനിക്ക് സാമ്പത്തികമായിട്ട് ധനനഷ്ടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ സാറേ ഇന്ന വഴിപാട് ചെയ്തുകൊണ്ട് എനിക്ക് ആ ഭാഗ്യരേഖ കൂടുതൽ ഭാഗ്യം ഉണ്ടാക്കാൻ പറ്റി. ഭാഗ്യരേഖയുള്ളവരും ചില വഴിപാടുകൾ ചെയ്താൽ ആ ഭാഗ്യം
വർദ്ധിച്ച രീതിയിൽ വലിയ ഭാഗ്യമായിട്ട് വലിയ സമ്പത്താക്കി മാറ്റാൻ പറ്റും. അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം അത്രയേ ഉള്ളൂ. കാരണം ഞാൻ ശിവനെ ധ്യാനിച്ചുകൊണ്ടിരുന്ന ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ അത് ഭഗവാന്റെ കൂടെ ഒരു അനുഗ്രഹം എന്ന് വിചാരിച്ചാൽ മതി. ഇത് കാണുന്നവരും അനുഗ്രഹീതർ തന്നെയാണ്. ഞാനല്ലേ ഇപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നത്തില്ല. അപ്പം ഇതുപോലൊരു വീഡിയോ ഇനി ഉണ്ടായിരിക്കത്തില്ല. ഈ വീഡിയോ നഷ്ടപ്പെടുത്തരുത്. ഇത് പിന്നെ വീഡിയോ കാണാതെ എന്നോട് സാറേ വീഡിയോ കാണുന്നില്ല എന്നൊന്നും പറയരുത്. നോക്കിയിട്ട് കാണുന്നില്ല, കഴിയുമ്പോൾ ഇടുമ്പം തന്നെ കാണാൻ ശ്രമിക്കുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെ വിശകലനം ചെയ്യുന്നത്. ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, ഒരുപാട് ആളുകളാണ് മെസ്സേജ് ചെയ്യുന്നത്. പറ്റുന്നവർക്ക് ഫ്രീ ആകുമ്പോൾ റിപ്ലൈ ചെയ്യും. എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അത് കേട്ടിട്ട് ഏതൊരു സാധാരണക്കാരും ചെയ്യാവുന്ന, ക്ഷേത്രത്തിൽ പോയി ചെയ്യാവുന്ന ലളിതമായ വഴിപാടുകളെ പറയത്തുള്ളൂ. പിന്നെ നമ്മൾ അതിനൊരു വിശ്വാസം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ചെയ്യുന്ന സമയമുണ്ട്, ചെയ്യേണ്ട രീതിയുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞു തരും. പിന്നെ വിശ്വാസം കൊടുക്കേണ്ട അവനവൻ കൊടുക്കണം, പിന്നെ പ്രയത്നിക്കുകയും കൂടെ വേണം. അപ്പോൾ ഇതൊക്കെ ഒരു തവണ ഒരു വഴിപാട് ചെയ്തുകൊണ്ട് ഫലം ഉണ്ടാകണമെന്നില്ല. അത് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ആവർത്തിക്കണം, അപ്പോഴാണ് അത് ഫലമാകുന്നത്. അപ്പോൾ എല്ലാം ലളിതമായ കാര്യങ്ങളെ പറയത്തുള്ളൂ. ആവശ്യമുള്ളൊരു വിശകലനം ചെയ്യുക, അല്ലാത്തൊരു ചെയ്യേണ്ട. ഞാൻ ആ രീതി പറഞ്ഞതേ ഉള്ളൂ. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ എപ്പോഴും തിരക്കിൽ തന്നെയാണ്. അതുകൊണ്ടാണ് വാട്സപ്പ് ഇടാൻ പറഞ്ഞത്. ഇനി ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഞാൻ രേഖകളെക്കുറിച്ച് പറയുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകാൻ മണ്ഡലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരുപാട് ഇതിനുവേണ്ടി മെനക്കെട്ട് തന്നെയാണ് വീഡിയോ ഇടുന്നത്. കാരണം എല്ലാവർക്കും പ്രയോജനം കിട്ടണം എന്നൊരു ആഗ്രഹത്തിലാണ്. എല്ലാം നല്ല കാര്യങ്ങളാണ്. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. 50-ലേറെ രേഖാചിത്രങ്ങൾ ഞാൻ തന്നെ വരച്ച് ആണ് ഈ പറഞ്ഞു തരുന്നത്. അത് കാണാതെ പോകരുത്. കാണാതെ പോയിട്ട് പിന്നെ എന്നോട് വന്നേച്ച് സാറേ ആ വീഡിയോ എവിടെയാണ്, കാണുന്നില്ല, അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഇത്ര ലക്ഷം നഷ്ടമായി എന്നൊന്നും എന്നോട് വാട്സപ്പിൽ ചോദിക്കരുത്. ഞാൻ പറയും, ഞാനന്ന് വീഡിയോ രേഖയ്ക്കകത്ത് പറഞ്ഞായിരുന്നു ഇന്ന രേഖയുള്ളൊരു സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. അത് നിങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങളുടെ പണം നഷ്ടപ്പെടുത്തില്ലായിരുന്നു. പിന്നെ എന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ലെന്ന് ഞാൻ പറയും. അതിനവസരം ഉണ്ടാക്കരുത്. നിങ്ങൾ രേഖകൾ കണ്ട് നിങ്ങൾക്ക് അങ്ങനെ രേഖയിൽ ചില ദോഷങ്ങളുണ്ടെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ മാറാൻ ഭദ്രകാളിക്ക് പരിഹാരം കൂടെ പറയുന്നുണ്ട്. അത് മിക്കവാറും ഏകദേശം അവസാനമാകുമെന്ന് തോന്നുന്നു. അപ്പം അതൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി, ഇതൊന്നും കാണാതെ കാശെല്ലാം പോയി കഴിയുമ്പോൾ എന്നോട് വന്ന് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ കണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത്തരം അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും മെനക്കെട്ട് ഇത്രയും ആത്മാർത്ഥമായിട്ട് വീഡിയോ ഇടുന്നത്. അത് പ്രയോജനപ്പെടുത്തണം. അപ്പം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോഴേ ആദ്യം പറയുന്നത്, നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ഈ രേഖകൾ എന്താണ്, മണ്ഡലങ്ങൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. എന്നിട്ട് ആ രേഖാചിത്രങ്ങളിലേക്ക് വരാം. ഞാൻ തന്നെ വരച്ചു. ഈ പുരുഷന്മാർക്ക് എപ്പോഴും വലത് കൈ കൊണ്ട് ചിന്തിച്ചോളണം, സ്ത്രീകൾക്കാണെങ്കിൽ ഇടത് കൈ കൊണ്ട് ചിന്തിച്ചോളണം. ഇനിയും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ കേട്ടോ. പുരുഷന്മാരുടെ എല്ലാം വലത് കൈയാണ് നോക്കേണ്ടത്, സ്ത്രീകളുടെ ഇടത് കൈ. അപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞുതരാം. ഈ ചൂണ്ടുവിരലിന് താഴെയുള്ള ഭാഗമാണ് വ്യാഴമണ്ഡലം. ഈ വ്യാഴമണ്ഡലത്തിൽ ഞാൻ ഗു എന്നെഴുതിയിരിക്കുന്നു. ഗു എന്നെഴുതിയിരിക്കുന്ന ഗുരു, വ്യാഴം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് വ്യാഴമണ്ഡലം. ഈ നടുവിരലിന് താഴെയുള്ള ഭാഗമാണ് ശനിമണ്ഡലം. അതിന് മാന്ന് എഴുതിയിരിക്കുന്നത്. മാന്ന് വെച്ചാൽ മന്ദൻ, ശനി എന്നർത്ഥം. ഇത് ചെറുവിരലിന് താഴെയുള്ള ഭാഗമാണ് സൂര്യമണ്ഡലം. അതിന് രാ എന്ന് എഴുതിയിരിക്കുന്നത്. രാ, രവി, സൂര്യൻ. ഇനി ഇത് മോതിരവിരലിന് താഴെയുള്ള ഭാഗം സൂര്യമണ്ഡലം എന്ന് പറഞ്ഞു. അവിടെ രാ എന്ന് എഴുതിയിരിക്കുന്നു, രവി എന്ന് പറഞ്ഞു. രവി എന്ന് വെച്ചാൽ സൂര്യൻ. ഇനിയും ചെറുവിരലിന് താഴെയുള്ള ഭാഗമാണ് ബുധമണ്ഡലം. അവിടെ ഭൂ എന്ന് എഴുതിയിട്ടുണ്ട്, ബുധൻ. ഇനിയും ഇത് കണ്ടോ, ഇത് ആയുർരേഖയാണ്, നിങ്ങൾക്കെല്ലാം അറിയാം. ഈ രേഖയ്ക്കുള്ളിൽ കാണുന്ന ഈ ഭാഗമാണ് ശുക്രമണ്ഡലം. അതിന് ഷൂ എന്ന് എഴുതിയിട്ടുണ്ട്, ശുക്രൻ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പിന്നെ ഈ കാണുന്നതാണ് ചന്ദ്രമണ്ഡലം. നമ്മളിങ്ങനെ ഒന്ന് കൈ മടക്കിയാൽ കൈയുടെ ഈ ഭാഗം തൊട്ട് ഇങ്ങനെ ഇത്രയും വരുന്ന, ഈ വൃത്തത്തിനുള്ളിൽ വരുന്ന ഇത്രയും ഭാഗമാണ് ചന്ദ്രമണ്ഡലം. ഈ ഭാഗം മുഴുവൻ ചന്ദ്രമണ്ഡലമാണ്. ചാന്ന് എഴുതിയിരിക്കുന്നതിന് വേണ്ടിയാണ്. അതായത് ഇങ്ങനെ കൈ മടക്കിയാൽ ഇങ്ങനെ ഒരു വൃത്തം വരച്ചാൽ, ഇങ്ങനെ കൈ മടക്കി കഴിഞ്ഞ് നമ്മൾ തന്നെ ഇങ്ങനെ ഒരു വൃത്തം വരച്ചാൽ ഈ വൃത്തത്തിനുള്ളിൽ വരുന്ന ഭാഗം ചന്ദ്രമണ്ഡലം. ഇതുപോലെ ആരും പറഞ്ഞു തരത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, വീഡിയോ കാണാതെ ഓരോ സാമ്പത്തിക നഷ്ടങ്ങളിൽ പോയി ചാടിയിട്ട് എന്നോട് പറയരുത് വാട്സപ്പിൽ. ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു നഷ്ടങ്ങളിലും പോയി ചാടാതിരിക്കാൻ വേണ്ടി കൈരേഖാലക്ഷണങ്ങൾ പറയുന്നുണ്ട്, പരിഹാരങ്ങൾ പറയുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണണം. ഞാൻ വീണ്ടും അതാണ് പറഞ്ഞത്. എത്ര വിശദമായിട്ടാണ് ഞാനിത് പറഞ്ഞിരുന്നത്. ചന്ദ്രമണ്ഡലം പറഞ്ഞു. ഇനി ഇത് ചൊവ്വാമണ്ഡലം, കൂന്ന് എഴുതിയിരിക്കുന്നു, കുജൻ, ചൊവ്വ. ഇനി ഇതിന് താഴെയും ചൊവ്വാമണ്ഡലമാണ്. ഇവിടെ ഞാൻ എഴുതാൻ പറ്റില്ല, പക്ഷേ എങ്കിലും ഇതും ചൊവ്വാമണ്ഡലമാണ്. ഈ ഭാഗം ചൊവ്വാമണ്ഡലമാണ്. ഇത് കീഴ് ചൊവ്വാമണ്ഡലം എന്ന് പറയും, ഇത് മേൽ ചൊവ്വാമണ്ഡലം എന്ന് പറയും.
ഈ മധ്യഭാഗവും ഈ ഭാഗവും ചൊവ്വാമണ്ഡലം തന്നെയാണ്. ഇത് കേതൂർ മണ്ഡലമാണ് ഈ ഭാഗം കേട്ടോ, കേതൂർ മണ്ഡലം. പിന്നെ ഈ കാണുന്ന ഈ ഭാഗം രാഹു മണ്ഡലം. ഏകദേശം നിങ്ങൾക്കൊരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി രേഖകളെക്കുറിച്ച് പറഞ്ഞുതരാം. ഇത് ബുദ്ധിരേഖയാണ്. ഇത് കണ്ടോ, ഈ കാണുന്നത് ബുദ്ധിരേഖ. ഇത് ബുദ്ധിരേഖയാണ്. ഇത് ഹൃദയരേഖയാണ്. ഇത് ആയുർരേഖയാണ്. കണ്ടല്ലോ, ഇത് ഭാഗ്യരേഖ അല്ലെങ്കിൽ വിധിരേഖ, രണ്ടും ഒന്ന് തന്നെ. ശനിമണ്ഡലത്തിലെത്തുന്നു, നടുവിരലിന് താഴെ. ഇനിയും വേറെ ചിലരുടെ കൈ ഒരു രേഖ ഇങ്ങനെ വന്നിട്ട് അത് സൂര്യമണ്ഡലത്തിലെത്തും, മോതിരവിരലിന് താഴെ. അതിനെ സൂര്യരേഖ എന്ന് പറയും. ഈ രേഖ നടുവിരലിന് താഴെ എത്തുവാണെങ്കിൽ അതിനെ വിധിരേഖ എന്ന് പറയും, അല്ലെ ഭാഗ്യരേഖ. മോതിരവിരലിന് താഴെ ഇങ്ങനെ രേഖ എത്തുന്നെങ്കിൽ സൂര്യരേഖ എന്ന് പറയും കേട്ടോ. ചിലരുടെ കയ്യിലും അങ്ങനെയൊക്കെയാണ് കാണുന്നത്, പല രീതിയിലാണ് കാണുന്നത്. ഇനി ഈ കാണുന്ന ഇതാണ് യവചിഹ്നം എന്ന് പറയും. നമ്മുടെ പെരുവിരലിൽ ഒരു നെൽമണി പോലെ ഒരു വൃത്തം പോലെ കാണും കേട്ടോ. ഇത് വരച്ചപ്പോൾ ഇച്ചിരി ഇതായിപ്പോയി, ഇവിടെ ഇങ്ങനെ വൃത്തം പോലെ കാണും. ഇതിനെയാണ് യവചിഹ്നം എന്ന് പറയുന്നത്. ഈ യവചിഹ്നത്തിൽ ചില രഹസ്യങ്ങളുണ്ട്. യവചിഹ്നം ചെറിയ വൃത്തമാണെങ്കിൽ വലിയ ഫലം കിട്ടണമെന്നില്ല. ദീർഘമായിട്ടുള്ള ഇച്ചിരി നീളത്തിലുള്ള വൃത്തമാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈശ്വരീയമായ ഒരു ഇൻറ്റ്യൂഷൻ, അവർക്ക് ഭാവിയിൽ നടക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ മനസ്സിൽ തോന്നും. അത് ചിലപ്പോൾ ശരിയായിരിക്കും. എന്ന് വെച്ച് ചുമ്മാ പാഴ്ക്കിനാവ് കാണുന്നവരോ അല്ലെങ്കിൽ ചുമ്മാ ഈ ഇല്യൂഷൻ്റെ പുറകെ നടക്കുന്ന കാര്യങ്ങളോ ചുമ്മാ ആലോചിച്ച് കൂട്ടി ഓരോന്ന് ചെയ്യുന്നവരുടെ കാര്യമല്ല പറഞ്ഞത്. യഥാർത്ഥത്തിൽ അവർക്ക് മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങൾ നടക്കും. അങ്ങനെയുള്ളവരുടെ കാര്യം പറഞ്ഞു. ചിലരുണ്ടല്ലോ ചുമ്മാ പാഴ്ക്കിനാവ് കണ്ടുകൊണ്ട് നടക്കുന്നവർ, അവരെക്കുറിച്ചല്ല പറഞ്ഞു. ഇങ്ങനെ ഈ ഒരു ചിഹ്നമുള്ളവർ മനസ്സിൽ ഒരു പ്രായോഗിക ബുദ്ധിയുള്ളവരായിരിക്കും. അവർ ഈ ഭാവനയുടെ പുറകെ പോകുന്ന ആളുകളായിരിക്കത്തില്ല. അവർ മനസ്സിൽ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ, അല്ല മനസ്സിൽ കാണുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് ഭാവിയിൽ ശരിയായി വരാം. ചിലപ്പോൾ എല്ലാം ശരിയാകണമെന്നില്ല, ചിലപ്പോൾ ശരിയായി വരാം. പിന്നെ ഇവർക്ക് ഈശ്വരീയമായ ഒരു പ്രത്യേക അനുഗ്രഹമുള്ളവരാണ്. ഒരു ഇൻഡ്യൂഷൻ ഞാൻ പറഞ്ഞു, ഒരു അതീന്ദ്രിയമായ ഒരു ബോധം അല്ലെ ഒരു ഈശ്വരീയ അനുഗ്രഹമുള്ളവരാണ്. ഇവർക്ക് സമ്പത്തുണ്ടാകാൻ യോഗമുള്ളവരാണ്. വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് ജീവിച്ചാൽ പോലും പിന്നീട് നല്ല രീതിയിൽ സാമ്പത്തികം ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇവർ പ്രത്യേകിച്ച് ഭദ്രകാളിയുടെ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ചകളിൽ ദർശനം നടത്തി ഒരു ഭാഗ്യസ്വക്ത പുഷ്പാഞ്ജലി ചെയ്താൽ പോലും ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും. അത് രാവിലെ ചെയ്യണം, വൈകിട്ടല്ല ചെയ്യേണ്ടത്. അത് സാധിക്കുന്ന പോലെ ആവർത്തിക്കുകയും വേണം. അമ്മയെ വിശ്വസിക്കണം, വളരെ പെട്ടെന്ന് മാറ്റം ഉണ്ടാകും. ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ, രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഭദ്രകാളിയുടെ അവസാനം കുറച്ച് രഹസ്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, വീഡിയോ പകുതിക്ക് വെച്ച് ഇട്ടേച്ച് പോകരുത്. എന്നിട്ട് എന്നോട് വാട്സപ്പിൽ ചോദിക്കരുത്. അപ്പം ഞാൻ ഈ മറുപടി പറയും. വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ കണ്ടില്ല, പിന്നെ എനിക്കൊന്നും പറയാനില്ല. അതിനകത്ത് ഞാൻ എല്ലാം വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറയും. അതിനിട വരുത്തരുത്, ഗുരുത്വം കളയരുത്. പറയുന്നത് മനസ്സിലാക്കണം, ആവശ്യമുള്ളവർ ചെയ്യുക കേട്ടോ. കാരണം അതുപോലെ ഉള്ള കാര്യങ്ങൾ അത്ര വിശദമായിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതാണ് എൻ്റെ അകത്തെ ഒരു പ്രധാന കാര്യമെന്ന് പറഞ്ഞത്. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്കിപ്പോൾ രേഖയെക്കുറിച്ചും മണ്ഡലങ്ങളെക്കുറിച്ചും എല്ലാം മനസ്സിലായി. അതുകൊണ്ട് ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ആയുർരേഖയാണ്. ഈ ആയുർരേഖയുടെ ഈ ഭാഗത്ത്, അവസാന ഭാഗത്ത് ഇങ്ങനെ ഒരു ചിഹ്നം കാണുക കണ്ടോ. ഇങ്ങനെ ഒരു ചിഹ്നം, അത് ഞാൻ വ്യക്തമായിട്ട് വരച്ച് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ, അല്ലെ ഈ രീതിയിൽ ഈ ഭാഗത്ത് രേഖ കണ്ടു കഴിഞ്ഞാൽ ഇതിനെ ഫിഷ് ലൈൻ എന്നാണ് പറയുന്നത്. ഫിഷ് എന്ന് വെച്ചാൽ എന്നാ, മീൻ, മത്സ്യം അല്ലേ. ഏകദേശം മത്സ്യത്തെ പോലെ കാണുന്നതുകൊണ്ടാണ് ഇത് ഫിഷ് ലൈൻ എന്ന് പറയുന്നത്. അപ്പം ആയുർരേഖയുടെ ഏകദേശം അവസാന ഭാഗം കണ്ട് ഇങ്ങനെ ഫിഷ് ലൈൻ വന്നു കഴിഞ്ഞാൽ, ഇത് വൃത്തമല്ല, വൃത്തമായിട്ട് തെറ്റിപ്പോകരുത്. ഇത് കോണുകളോട് കൂടിയ രേഖയാണ്. ഇനി ഇതാണ് ഫിഷ് ലൈൻ. അതിന് തെറ്റിപ്പോകാതിരിക്കാനാണ് വരച്ച് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഫിഷ് ലൈൻ കണ്ടു കഴിഞ്ഞാൽ വ്യക്തമായല്ലോ. ഇനി ഇതേക്കുറിച്ച് പറയാമല്ലോ. ഫിഷ് ലൈൻ ആയുർരേഖയുടെ ഈ ഭാഗത്ത് കണ്ടു കഴിഞ്ഞാൽ, ഏകദേശം ഒരു അവസാനത്തിന് മുമ്പായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് സാമ്പത്തികം ഉണ്ടാകാനുള്ള യോഗം തന്നെയാണ്. ഇനി അതിന് ചില ഭാഗ്യ തടസ്സങ്ങളുണ്ടെങ്കിൽ ഭാഗ്യം ഉണ്ടാകാൻ അവസാനം ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. അത് ചെയ്താൽ മതി, വർദ്ധിച്ച രീതിയിൽ ഭാഗ്യം ഉണ്ടായി വരും. അപ്പം ഇത് ഫിഷ് ലൈനാണ്, സാമ്പത്തികം നൽകുന്നതാണ്, വലിയ രീതിയിൽ സാമ്പത്തികം നൽകുന്നതാണ്. വളരെ വലിയ രീതിയിൽ റിച്ച് ആകാൻ യോഗമുള്ളവരാണ്, കഴിവുള്ളവരാണ്. അത്തരത്തിലുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ അതിന് മറ്റു ചില കാരണങ്ങൾ കാണും. നിങ്ങളുടെ മറ്റു ചില രേഖയിലെ ചില ദോഷങ്ങൾ കാണും, അല്ലെ ജനന സമയത്തെ ഗ്രഹസ്ഥിതിയിലെ ദോഷങ്ങൾ കാണും, അല്ല കുടുംബപരമായ ചില ദോഷങ്ങൾ കാണും. അതുകൊണ്ടായിരിക്കും അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടാത്തത്. അത് അങ്ങനെയുള്ളവർക്ക് അവസാനം ഞാൻ ചില പരിഹാരങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അത് മിസ് ചെയ്യരുത്, ആവശ്യമുള്ളവർ കാണുക. ഇനിയും പറയാൻ പോകുന്നത് ഇത് ആയുർരേഖയാണ്.
ഈ ആയുർരേഖയ്ക്ക് ഇത് ശുക്രമണ്ഡലമാണ്. നിങ്ങൾക്കറിയാലോ, ശുക്രമണ്ഡലത്തിലേക്ക് ആയുർരേഖയ്ക്ക് അകത്തു നിന്ന്, ശ്രദ്ധിക്കണം, വെളിയിലൂടെ അല്ല, ആയുർരേഖയ്ക്കകത്തു നിന്ന് ശുക്രമണ്ഡലത്തിലേക്ക് ഒരു രേഖ പോകുന്നു. ആ രേഖ കുറുകെ ഒരു രേഖ കട്ട് ചെയ്യുന്നു. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കുടുംബജീവിതം, ദാമ്പത്യ ജീവിതത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. കാരണം ഒരു വീട്ടിൽ കഴിഞ്ഞാൽ പോലും ഒരു രണ്ടായിട്ട് ജീവിക്കുന്ന പോലെ, സെപ്പറേറ്റ് ആയ പോലെയുള്ള ജീവിതങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ്. ഭാര്യ ഭർത്തൃ ഐക്യങ്ങളല്ലേ കുറയാം. പക്ഷേ ഇത് നിങ്ങൾ വിചാരിച്ചാൽ ഒഴിവാക്കുക എന്നുള്ളതേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല. പണ്ട് ഞാൻ ഇതുപോലെ ഒരു വ്യക്തിയുടെ പരിശോധിച്ചിട്ട് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞു അങ്ങനെയൊന്നുമില്ല. പക്ഷെ പിന്നെ അദ്ദേഹം എന്നെ കണ്ടപ്പം പറഞ്ഞു ഞങ്ങൾ ഒരു വീടാണെങ്കിലും രണ്ടായിട്ട് പോലെ ജീവിക്കുന്നത് കൃത്യമാണെന്ന് പറഞ്ഞു. പിന്നെ അപ്പോഴത് പറയാനുള്ള ഒരു വിഷമം കൊണ്ടാണ് പറയാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കറിയാമായിരുന്നു കറക്റ്റാണ്, നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് സംശയമൊന്നുമില്ലായിരുന്നു. കാരണം എനിക്കത് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങളാണ്, ആവർത്തിക്കുന്ന അനുഭവങ്ങൾ, അല്ലാതെ അവിടെ ഇവിടെയും വായിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. വീഡിയോയ്ക്ക് വേണ്ടി ചുമ്മാ അവിടെ ഇവിടെയും കാണുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. കൃത്യമായിട്ട് ജീവിതത്തിൽ അനുഭവമായ കാര്യങ്ങൾ. കാരണം ഞാനൊരു ശിവയോഗിയാണ്, ഓരോ ശ്വാസത്തിലും ശിവനാമം ജപിക്കുന്ന ആളാണ്. നമ്മളാ നേരെ സത്യസന്ധമായ കാര്യങ്ങൾ, നല്ല കാര്യങ്ങളാണ് പറയുന്നത്. ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഗുണമുണ്ടാകും. അപ്പം ഇങ്ങനെയുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പോകണം. ശ്രദ്ധിക്കണം, കോംപ്രമൈസ് ചെയ്ത്. അങ്ങനെ ചെയ്താൽ ഒരു കുഴപ്പമില്ല. 2 വെള്ളിയാഴ്ച ശിവക്ഷേത്രത്തിൽ രാവിലെ ഭാര്യയുടെയും ഭർത്താവിൻ്റെ പേരിൽ ഐക്യമത്യാർച്ചന, ഒരു 2 പേരുടെയും പേരിൽ ഓരോ ജലധാര വെള്ളിയാഴ്ച രാവിലെ ശിവക്ഷേത്രത്തിൽ ചെയ്യണം. അത് വൈകിട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇത് സാധിക്കുന്ന പോലെ വെള്ളിയാഴ്ചകൾ ആവർത്തിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞ് ചെയ്ത ഒരു നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ആ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളായി പറഞ്ഞു തരുന്നത്. ഇനിയാണ് ശ്രദ്ധിച്ചോണം, ഇത് ചെറുവിരലിന് താഴെയുള്ള ഭാഗമാണ് ബുധമണ്ഡലം. ഈ ബുധമണ്ഡലത്തിൽ ഇങ്ങനെ ചെറിയ രേഖകൾ ഇങ്ങനെ ക്രമരഹിതമായിട്ട്, ഡിസോർഡറായിട്ട്, ഒരു ഓർഡർ ഇല്ലാതെ ചെറിയ രേഖകൾ ഇങ്ങനെ മുറിഞ്ഞ പോലെ കാണുക. പലരുടെയും കയ്യിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ബുധമണ്ഡലത്തിൽ ചെറുവിരലിന് താഴെ ഇങ്ങനെ രേഖകൾ ഈ ഡിസോർഡറായിട്ട് കാണുക, ഒരു ഓർഡർ ഇല്ലാതെ പല രേഖകളിൽ വെട്ടിയും മുറിഞ്ഞ പോലെ കാണുക, വിട്ട് കാണുക. ഇത് തൊഴിൽ തടസ്സം, സാമ്പത്തിക തടസ്സം, എന്ത് തൊഴിൽ ചെയ്താലും അതിലൊരു അഭിവൃദ്ധി ഉണ്ടാകാതിരിക്കുക. അതായത് കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ കീശ കാലിയ, പോക്കറ്റ് കാലിയ, എന്ത് ചെയ്താലും സാമ്പത്തികം അങ്ങോട്ട് വരത്തില്ല. മാത്രമല്ല ലോൺസ് ലയബിലിറ്റീസും ഒക്കെ കടന്നും വരും. അപ്പോൾ അത് യാതൊന്നും വിഷമിക്കേണ്ട. ഞാൻ അവസാനം കൃഷ്ണൻ്റെ ഒരു വിദ്യ, ഭദ്രകാളിയുടെ ഒരു വിദ്യ പറഞ്ഞു തരുന്നുണ്ട്. അത് ചെയ്തു പോയാൽ മതി, ഒരു കുഴപ്പമില്ല. സാമ്പത്തികം വരും. അങ്ങനെ ചെയ്തവർക്ക് സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഇത് കണ്ടോ, ഇത് നിങ്ങൾക്കെല്ലാം അറിയാം. ആയുർരേഖ, ബുദ്ധിരേഖ, ഹൃദയരേഖ. ഇത് ഹൃദയരേഖ കണ്ടല്ലോ, ഹൃദയരേഖ. ഇത് സൂര്യമണ്ഡലം, മോതിരവിരലിന് താഴെയുള്ള ഭാഗം. അവിടെ ഒരു നേർരേഖ കാണുന്നു, നല്ലത് തന്നെയാണ്. ഇത് വിധിരേഖ അല്ലെ ഭാഗ്യരേഖ. ഈ രേഖ ശനിമണ്ഡലത്തിൽ നടുവിരലിന് താഴെ എത്തുന്നു, ഈ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് താഴെയാണ്. ഈ രേഖയിൽ നിന്ന് ഒരു ശാഖ തേണ്ടി ഈ സൂര്യരേഖയിലോട്ട് പോവുകയാണെങ്കിൽ, ഈ രേഖയിൽ നിന്ന് ഒരു ശാഖ സൂര്യരേഖയിലേക്ക് പോവുകയാണെങ്കിൽ, ഞാൻ എത്രയോ വ്യക്തികളിൽ കണ്ടിട്ടുണ്ട്, എത്രയോ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞവർ വളരെ റിച്ച് ആയിട്ടുണ്ട്. പിന്നെ നമ്മളോട് പരിശ്രമിക്കണം, ആ ഭാഗ്യം പ്രയോജനപ്പെടുത്തണം. ഭാഗ്യം കൂടുതൽ വലിയ ഭാഗ്യമാകാൻ പരിഹാരങ്ങൾ ചെയ്യണം, തീർച്ചയായിട്ടും ചെയ്യണം. അപ്പോൾ അത് വലിയ സമ്പത്തിലേക്ക് വരാൻ ഉപകരിക്കും. എത്രയോ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യമാണ്. ഇനിയും പറയാൻ പോകുന്നത്, അതായത് ഇത് ആയുർരേഖ, ഇത് ബുദ്ധിരേഖ, ഇത് ഹൃദയരേഖ. ഈ ബുദ്ധിരേഖ ചെറിയ വളവോടുകൂടി കാണുന്നത് നല്ലതാണ് കേട്ടോ. ചെറിയ വളവോടുകൂടി കണ്ടു കഴിഞ്ഞാൽ നല്ലതാണ്. അത് ധനം ഉണ്ടാകാനുള്ള ഒരു കഴിവിനെ, യോഗത്തെയാണ് കാണിക്കുന്നത്. ഈ ബുദ്ധിരേഖയിൽ ചില പ്രത്യേക രീതിയിൽ ഒടിവോ വളവോ, ചില പ്രത്യേക രീതിയിൽ, അത് ഞാനിപ്പം കാണിച്ചല്ലോ ബുദ്ധിരേഖയിലെ വളവ്, ആ ഒരു ചില പ്രത്യേക, അതിനെ വരച്ച് കാണിച്ചു, ചില പ്രത്യേക രീതിയിൽ വളവോ ഒടിവോ, വളവെന്ന് ഞാൻ കണ്ടമാനം വളവല്ല, ഞാനിപ്പം കാണിച്ചല്ലോ, ഇങ്ങനെ ഒരു റാ പോലെ, അങ്ങനെ ചെറിയ രീതിയിലൊരു വളവ് കാണുന്നത് എപ്പോഴും അതൊരു സ്കില്ലാണ്, ഒരു കഴിവാണ്. സാമ്പത്തികം ഉണ്ടാക്കാനുള്ള ഒരു കഴിവിനെ തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ അത്തരക്കാരൊരു പെയിൻറ്റർ ആണെങ്കിൽ പോലും അവൻ ആദ്യം ഒരു പെയിൻറ്റിങ്ങിന്, ഉദാഹരണം പറയും, ഒരു പെയിൻറ്റിങ്ങിന് ചെന്നാൽ പോലും പിന്നെ അവന് കോൺട്രാക്ടറാവും. മനസ്സിലായോ? ആ ചേഞ്ച് അവിടെ ഉണ്ടാവും. അതൊരു ഉദാഹരണത്തിന് പെയിൻറ്റിങ് പറഞ്ഞതേ ഉള്ളൂ. ഏത് തൊഴിലാണേലും, ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറാണെങ്കിൽ അയാൾ ക്രമേണ അയാളൊരു ഹോസ്പിറ്റലിൽ പോകും. ഇങ്ങനെ രേഖയുള്ളവർ, മനസ്സിലായോ? ഞാൻ പരിശോധിച്ചിട്ടുണ്ട് പലരുടെയും അനുഭവത്തിൽ എന്ന് പറയുന്നത്. അവർ ഉയർന്നു വരും. പിന്നെ ഭാഗ്യം വർദ്ധിക്കാൻ വേണ്ടി എന്തു ചെയ്യണം? ഇങ്ങനെ രേഖയുള്ളവർ 1-ാം തീയതി
കൃഷ്ണക്ഷേത്ര ദർശനം നടത്തണം. 1-ാം തീയതി തന്നെ ചെയ്യണം. അത് എങ്ങനെയുള്ള ക്ഷേത്രത്തിൽ ദർശനം ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ അവസാനം പറഞ്ഞുതരാം. 1-ാം തീയതി എന്ന് പറഞ്ഞാൽ 1-ാം തീയതി ചെയ്യണം. ഇങ്ങനെ രേഖയുള്ളവർ അത് അവിടെയാണ് കാര്യം കിടക്കുന്നത്. പറയുന്ന പോലെ ചെയ്യണം. ഞാൻ പറഞ്ഞവർ ചെയ്തവരുണ്ട്, അങ്ങനെ നല്ല സാമ്പത്തികത്തിലേക്ക് വന്നവരുണ്ട്. അതുകൊണ്ടായി പറഞ്ഞായിരുന്നു. അല്ലാതെ അവിടെ എവിടെയും പുസ്തകത്തിൽ കാണുന്ന കാര്യമൊന്നുമല്ല. പുസ്തകത്തിൽ കാണുന്ന കാര്യങ്ങളൊന്നും അത്ര ശരിയാകണമെന്നില്ല. കാരണം ഞാനും പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളൂ. പക്ഷെ ഞാൻ പറയുന്ന അനുഭവത്തിൽ നിന്ന് അത് ശരിയാണ്. അത് മനസ്സിലാക്കുന്നതുകൊണ്ട് ഗുണം ഉണ്ടാകത്തുള്ളൂ. ഗുണം ഉണ്ടാകും, ജീവിതം മാറും. ഇനിയും ഈ കാണുന്നത് ചെറുവിരലിൻ്റെ താഴെയുള്ള ഭാഗമാണ് ബുധമണ്ഡലം. ബുധമണ്ഡലത്തിൽ 2 രേഖ കാണുക. ഈ രേഖകൾ തമ്മിൽ സാമാന്യ അകലമുണ്ട് കേട്ടോ. സാമാന്യ അകലത്തിലാണ് കാണുന്നത്. നേർരേഖയായിട്ട് കാണുന്നു. ഈ രേഖകൾ സാമാന്യ അകലത്തിലാണ് കാണുന്നത്, തീരെ അടുത്തല്ല. ഇങ്ങനെ സാമാന്യ അകലത്തിൽ 2 രേഖകൾ, നേർരേഖകൾ വ്യക്തമായിട്ട് കാണുക. ഈ രേഖയിൽ മറ്റു തടസ്സങ്ങൾ, കുറുകെ രേഖകളില്ലാതിരിക്കുക, വിട്ടുവിട്ട് കാണാതിരിക്കുക, മങ്ങി കാണാതിരിക്കുക. നല്ല വൃത്തിയായിട്ടൊരു വരയായിട്ട് 2 രേഖയും സാമാന്യം അകലത്തിൽ ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ അത്തരക്കാർക്ക് എന്ത് കഴിവുണ്ട് കണ്ണടച്ചുകൊണ്ട് പറയാം? ടെക്നിക്കൽ സ്കില്ലുണ്ട്. എല്ലാവർക്കും ടെക്നിക്കൽ സ്കിൽ വരണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഭൂരിഭാഗം ആളുകൾക്കും അങ്ങനെ ഒരു ടെക്നിക്കൽ സ്കില്ലുണ്ടാകും. ചിലർക്ക് അവർക്ക് ടെക്നിക്കൽ സ്കില്ലാണോ എന്നില്ല, അവർക്ക് ചിലപ്പം ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവായിരിക്കും. പക്ഷേ ഏറിയ ആളുകൾക്കും ടെക്നിക്കൽ സ്കിൽ തന്നെയാണ്. ഒന്നുകിൽ കമ്പ്യൂട്ടർ സർവീസിങ്, അല്ലെ ലാപ്ടോപ്പ് സർവീസിങ്, അല്ലെ ഏത് തരത്തിലുള്ള ടെക്നിക്കൽ മേഖലകൾ, അല്ലെ കമ്മ്യൂണിക്കേഷൻ മേഖല, അല്ലെ ഫിനാൻസ് മേഖല, കൂടുതലും ടെക്നിക്കലാണ് കണ്ടിരിക്കുന്നത്. സ്കില്ലുള്ളവരായിരിക്കും. മാത്രമല്ല ധനം ഉണ്ടാക്കാൻ കഴിവുള്ളവരുമായിരിക്കും. യാതൊരു സംശയം വേണ്ട, അവർക്ക് ധനം ഉണ്ടാകാനുള്ള യോഗവും ഉണ്ടായിരിക്കും. പിന്നെ ഇത് നിങ്ങൾക്കെല്ലാം പരിചിതമായ ഒരു ചിഹ്നമാണ് മിസ്റ്റിക് ക്രോസ്. അതായത് ഹൃദയരേഖയ്ക്കും ബുദ്ധിരേഖയ്ക്കും ഇടയിലായിട്ട് കാണുന്ന ഒരു ക്രോസാണ് ഗുണന ചിഹ്നം, മിസ്റ്റിക് ക്രോസ്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മിസ്റ്റിക് ക്രോസ് ഉണ്ടെങ്കിൽ എത്ര ദുരിതമുള്ള അവസ്ഥയിൽ കഴിയുന്ന വ്യക്തിയാണെങ്കിലും ജീവിതത്തിൽ അവർ ഒരു വലിയ സാമ്പത്തികത്തിലേക്ക്, വലിയൊരു മാറ്റത്തിലേക്ക്, വലിയൊരു ഉയർച്ചയിലേക്ക്, ഐശ്വര്യത്തിലേക്ക് വരും എന്ന് തന്നെയാണ്. അപ്പം രേഖയിൽ മറ്റു ചില ദോഷങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഇതിന് തടസ്സം ഉണ്ടാകാം. അതുപോലെ തന്നെ ഗ്രഹസ്ഥിതിയിൽ ജനിച്ച സമയം വെച്ച് ദോഷങ്ങളുണ്ടെങ്കിൽ ഇത് തടസ്സം ഉണ്ടാകാം. എങ്കിൽ പോലും സാമാന്യമായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വലിയ സാമ്പത്തികത്തിൽ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇനി എന്തെങ്കിലും തടസ്സങ്ങൾ ജനിച്ച സമയത്തെ ഗ്രഹനില അനുസരിച്ചോ കയ്യിലെ മറ്റു രേഖകളും മണ്ഡലങ്ങളുടെയും സ്ഥിതി അനുസരിച്ചോ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം അവസാനം പറയുന്നുണ്ട്. അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ചെയ്തവർ എല്ലാം നല്ല നിലയിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്, സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഭാഗ്യമുണ്ടെങ്കിൽ, ഭാഗ്യരേഖ ഉണ്ടെങ്കിൽ അത് ചെറിയ രീതിയിൽ ജീവിതത്തിൽ ചിലപ്പം കടന്നു പോകാം. അത് നല്ല വലിയ ഭാഗ്യമായിട്ട് വലിയ സാമ്പത്തികത്തിലേക്ക് വരാൻ ചെയ്യേണ്ട ചില രഹസ്യ പരിഹാരങ്ങൾ ഞാൻ അവസാനം പറയുന്നുണ്ട് കേട്ടോ. അത് എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളുക. കാരണം ഭാഗ്യങ്ങൾ ചെറിയ ഭാഗ്യങ്ങളായിട്ട് കടന്നു പോവാം. പക്ഷേ അത് കുറച്ച് ചില ഭദ്രകാളിക്ക് ചില കാര്യങ്ങൾ ചെയ്താൽ, ശിവന് ചില പ്രത്യേക ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്താൽ അത് വലിയ സാമ്പത്തികങ്ങളായിട്ട് വരും. അതേ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലേ പറയുന്നത്. അനുഭവം ഉള്ളവർക്കല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അല്ല ചുമ്മാ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്ന ആളല്ല ഞാൻ. 10,000-ലേറെ കൈരേഖകൾ ഒക്കെ ഗ്രഹനിലകൾ ഇതൊക്കെ പരിശോധനയുടെ അടിസ്ഥാനത്തിലേ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും, ഒരു സംശയവും വേണ്ട. ഇനിയും ഇത് ചന്ദ്രമണ്ഡലം നിങ്ങൾക്കറിയാം. ചന്ദ്രമണ്ഡലത്തിൽ ഇങ്ങനെ ഒരു ഗുണലക്ഷണം കണ്ടു കഴിഞ്ഞാൽ കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും. എന്താണ് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഇത്രയും കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ. ഷെയറിലും അവർ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യും, ലാസ്റ്റ് ഒരു പോക്ക് അങ്ങ് പോകും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇനി ഷെയറിലും അവിടെ ഇവിടെയൊക്കെ പൈസ ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉള്ളവരാണെങ്കിൽ അത് നിങ്ങളുടെ അത്യാവശ്യം വെച്ചേക്കുന്ന പൈസ കൊണ്ട് ഇടരുത്. നിങ്ങൾ സമ്പാദിക്കുന്ന ഇതിനു വേണ്ടി മാറ്റി വെച്ചേക്കുന്ന പൈസ ഇടാവുള്ളൂ. മനസ്സിലായല്ലോ? പിന്നെ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളെ ശ്രദ്ധിക്കണം. അശ്രദ്ധ കൂടുതലായിരിക്കും ഇത്തരക്കാർക്ക്. അല്ലെങ്കിൽ മുട്ട വീഴ്ചകൾ അതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ശ്രദ്ധിച്ചാൽ മതി, ഒഴിവാക്കാം. മനസ്സിലായല്ലോ? അത്രേ ഉള്ളൂ, കൂടുതൽ കാര്യമൊന്നുമില്ല. ശ്രദ്ധിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. ഇത് വിധിരേഖ അല്ലെ ഭാഗ്യരേഖയാണ്. കാരണം ഇത് ശനിമണ്ഡലത്തിൽ നടുവരലിൻ്റെ താഴെ എത്തുന്നു. ഇത് ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് ആരംഭിച്ച് ശനിമണ്ഡലത്തിന് എത്തുന്നു. ഇത് വിധിരേഖ അല്ലെങ്കിൽ ഭാഗ്യരേഖ, രണ്ടും ഒന്ന് തന്നെ. വിധിരേഖ അല്ലെ ഭാഗ്യരേഖ എന്ന് പറയും. ഇനി ഇങ്ങനൊരു രേഖ ഈ മോതിരവിരലിൻ്റെ താഴെ എത്തിയിരുന്ന് നമ്മൾ എന്ത് പറഞ്ഞേനെ? സൂര്യരേഖ എന്ന് പറഞ്ഞേനെ കേട്ടോ. വിധിരേഖ എന്ന് പറയുന്നത് നടുവിരലിന് താഴെ എത്തുന്നതുകൊണ്ടാണ്. വിധിരേഖയും ഭാഗ്യരേഖയും ഒന്ന് തന്നെയാണ്.
ഇനിയും ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് ഇങ്ങനൊരു രേഖ വിധിരേഖയുമായിട്ട് കണക്ട് ചെയ്യുന്നു. ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് ഇങ്ങനൊരു രേഖ വിധിരേഖയുമായിട്ട് കണക്ട് ചെയ്തില്ലേ പോലും ആ വ്യക്തിക്ക് യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ, ചിലർക്ക് വിദേശവാസം, ചിലർക്ക് നാട്ടിൽ തന്നെയാണെങ്കിലും കൂടുതൽ യാത്ര ചെയ്യാനുള്ള അവസരം, സാമ്പത്തികമായ ഒരു രാജയോഗം നൽകുന്ന ഒരു രേഖ തന്നെയാണത്. അത് വിധിരേഖയായിട്ട് കണക്ട് ചെയ്തില്ലേ പോലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിധിരേഖയായിട്ട് മുട്ടിയിട്ടുണ്ട്. ഇനി മുട്ടാതെ തന്നെ ഇങ്ങനെ രേഖ കണ്ടാൽ പോലും അവർക്ക് ചിലർക്ക് വിദേശവാസം, ചിലർക്ക് നാട്ടിൽ തന്നെയാണെങ്കിലും കൂടുതൽ യാത്ര ചെയ്യാനുള്ള അവസരം, പിന്നെ സാമ്പത്തികമായിട്ട് ഉയർച്ചകൾ, തിരക്കുകൾ, ഇതൊക്കെ ഉണ്ടാകാം. ഇനിയും ഇങ്ങനെ രേഖ കണ്ടുകൊണ്ട് മാത്രം കാര്യമില്ല. ഈ രേഖ ഞാൻ ആരോ കൊണ്ട് കാണിച്ചിരിക്കുന്നേ ഉള്ളൂ, മനസ്സിലാൻ മതി. ഈ രേഖയ്ക്ക് കുറുകെ രേഖ കാണുക, അല്ലെ ഈ രേഖ മങ്ങി കാണുക, അല്ലെ ഈ രേഖ വിട്ട് കാണുക, അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭാഗ്യ തടസ്സം ഉണ്ടാകും. ആ രേഖയുടെ ഫലം പൂർണ്ണമായിട്ട് കിട്ടത്തില്ല എന്നുള്ളതാണ്. ഇനിയും പറയാൻ പോകുന്നത്, ഇത് ശുക്രമണ്ഡലം നിങ്ങൾക്കെല്ലാം അറിയാം. ശുക്രമണ്ഡലത്തിൽ തന്നെ ഇങ്ങനെ മാത്രം രേഖ കാണുക, ഇങ്ങനെ വേണ്ട. ഇപ്പം ഇങ്ങനെ കുറുകെ മാത്രം രേഖ കാണുക, ഇങ്ങനെ രേഖ കാണുക, ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഭാവിയിൽ ഉണ്ടാകുമെന്നും സമ്പത്തുണ്ടാകുമെന്നുള്ള സൂചന തന്നെയാണ്. അപ്പോൾ നിങ്ങളത് പ്രയോജനപ്പെടുത്തണം. നിങ്ങളോട് അതിനുവേണ്ടി പരിശ്രമിക്കണം, അതിനുവേണ്ട വഴിപാടുകൾ ചെയ്യണം. അത് അവസാനം പറയുന്നുണ്ട്. അതുകൂടെ ചെയ്താൽ അത് പ്രയോജനപ്പെടും. ഇനിയും ഇത് ആയുർരേഖ. ആയുർരേഖ എന്നൊരു ശാഖ മുകളിലേക്ക് ശനിമണ്ഡലത്തിലേക്ക് പോകുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാനുള്ള ഒരു കഴിവ് ആ വ്യക്തിക്കുണ്ട്, ഒരു ടെൻഡൻസി ആ വ്യക്തിക്കുണ്ട്. അല്ലെങ്കിൽ സ്വന്തം അധ്വാനത്തിലൂടെ ഒരു ജോലി നേടിയെടുക്കുക. ഇപ്പോൾ സർക്കാർ അങ്ങനെയുള്ള സ്വന്തം അധ്വാനത്തിലൂടെ ഒരു ലോങ് ലൈഫായിട്ടുള്ളൊരു ജോലി നേടിയെടുക്കാനുള്ള ഒരു കഴിവ് അവർക്കുണ്ടായിരിക്കും. അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഈ രേഖയിൽ കുറുകെ രേഖ മുറിച്ച് കടക്കുക, ഈ രേഖ മങ്ങിക്കാണുക, ഈ രേഖ വിട്ട് കാണുക, ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രേഖയുടെ ഫലം പൂർണ്ണമായിട്ട് കിട്ടത്തില്ല. അത്തരം കാര്യങ്ങൾ അനുഭവത്തിൽ വരണമെന്ന് നിർബന്ധവുമില്ല, മാത്രമല്ല തടസ്സപ്പെടുകയും ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഭാഗ്യദോഷത്തിനുള്ള പരിഹാരങ്ങൾ ഞാൻ പറയുന്നുണ്ട് അവസാനം, അത് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഇത് ശനിമണ്ഡലം നടുവരലിന് താഴെ ഇങ്ങനെ ഒരു രേഖ കാണുന്നു, അതിലൊരു ശാഖ കാണുന്നു. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇത് വളരെ റിച്ച് ആകാനുള്ള യോഗമാണ്. വളരെ ദാരിദ്ര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധി കഴിഞ്ഞവർ പോലും വളരെ റിച്ചായ എത്രയോ ജീവിതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ശിവന് ചില കാര്യങ്ങളോട് ചെയ്യണം, അത് അവസാനം പറയുന്നുണ്ട്. ഇനിയും ഇങ്ങനെ ഒരു രേഖ കാണുന്നു. ഇത് ചന്ദ്രമണ്ഡലം, ഇതുണ്ടോ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഇവിടെ നടുവരലിന് താഴെ എത്തുന്നു. ഈ വിധിരേഖ അല്ലെങ്കിൽ ഭാഗ്യരേഖ ഇങ്ങനെ ഉള്ളവർക്ക്, ഈ ചന്ദ്രമണ്ഡലത്തിൽ ഇങ്ങനെ രേഖ ഉത്ഭവിക്കുന്നവർക്ക് വളരെ ഭാഗ്യം ഉണ്ടാകും. അവർക്ക് ധാരാളം ആളുകളുമായിട്ട് ഇടപെട്ട് ചെയ്യുന്ന തരത്തിലുള്ള ജോലികൾ, അല്ലെങ്കിൽ വളരെ ബിസിയാകുന്ന തൊഴിലുകൾ, വളരെ ഉത്തരവാദിത്വമുള്ള തൊഴിലുകൾ, അങ്ങനെ വളരെ നല്ല ഒരു സാമ്പത്തികമായിട്ടൊരു രാജയോഗത്തിലേക്ക് വരുന്ന ഒരു രേഖയാണ്. ഇത് കൃത്യമായിട്ട് തടസ്സങ്ങളില്ലാതെ ഇവിടെ വരിക. ഇതിനിടയ്ക്ക് കുറുകെ രേഖ കണ്ടാൽ തടസ്സം ഉണ്ടാകും, രേഖ മങ്ങി കണ്ടാൽ തടസ്സം ഉണ്ടാകും. ഒരു തടസ്സമില്ലാതെ വ്യക്തമായിട്ട് ഇങ്ങനെ കാണുകയാണെങ്കിൽ ആ വ്യക്തി നല്ല ഒരു ജീവിതം ഉണ്ടാകും. അങ്ങനെ ജീവിതം ഉണ്ടായവരുണ്ട്. ഞാൻ പരിശോധിച്ച എത്രയോ ആളുകളുണ്ട്. ജീവിതം നരകതുല്യമായിരുന്നവർ പിന്നെ നല്ല ജീവിതത്തിലേക്ക് വന്നവരുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ എത്രയോ ആവർത്തിക്കുന്ന അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ രാജയോഗം നൽകുന്നതാണ്. ഇനിയും ചെറുവിരലിന് താഴെയുള്ള ഭാഗമാണ് ബുധമണ്ഡലം. ഈ ബുധമണ്ഡലത്തിന് താഴെ ഹൃദയരേഖ ഇങ്ങനെ ചിതറി ചങ്ങല പോലെ കാണുക. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തൊഴിൽ തടസ്സം തന്നെയാണ്. കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും, കാരണം എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും. തൊഴിൽ തടസ്സം തന്നെയാണ്. തൊഴിൽ തടസ്സം ഏതേ തൊഴിൽ ചെയ്താലും അത് ഉറച്ചു നിൽക്കാൻ പറ്റാതിരിക്കുക, അതിലൊരു ഉയർച്ച ഉണ്ടാകാതിരിക്കുക, അതിൽ തൃപ്തി ഇല്ലാതിരിക്കുക, എപ്പോഴും തൊഴിൽപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുക, ഇത് തന്നെയാണ്. അപ്പം അതിന് കൃഷ്ണന് ചെയ്യേണ്ട കാര്യം അവസാനം പറഞ്ഞുതരാം. കാരണം ഇത്തരം രേഖകൾ ഞാൻ ധാരാളം പരിശോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് പറയാൻ പറ്റും, അവസാനം പറഞ്ഞുതരാം. ഇനിയും ഇത് ബുദ്ധിരേഖയാണ്, ഇത് ആയുർരേഖയാണ്, ഇത് വിധിരേഖ അല്ലെ ഭാഗ്യരേഖ. കാരണം ഈ ശനിമണ്ഡലത്തിൽ ഈ രേഖ എത്തുന്നത്, അതുകൊണ്ടാണ് വിധിരേഖ എന്ന് പറയുന്നത്. വിധിരേഖ അല്ലെങ്കിൽ ഭാഗ്യരേഖ. ഈ ബുദ്ധിരേഖയുടെ അവിടെ നിന്ന് ഒരു രേഖ ഇങ്ങനെ മുറിച്ച്, ഈ വിധിരേഖ അല്ലെ ഭാഗ്യരേഖ മുറിച്ച് ഇങ്ങനെ കിടക്കുക, ഡി രേഖ. ഇങ്ങനെ ഒരു രേഖ മുറിച്ച് കിടക്കുമ്പോൾ ഇവിടെ ഒരു ത്രികോണം രൂപപ്പെടുന്നു. ഇത് ബുദ്ധിരേഖയുടെ താഴെയുള്ള ത്രികോണമാണ്. ഇങ്ങനെ ത്രികോണം ഞാൻ കണ്ട പലരും ജീവിതത്തിൽ വളരെ പ്രതിസന്ധിയിൽ ജീവിച്ചവർ പോലും നല്ല റിച്ചായിട്ടുണ്ട്. സാമ്പത്തികം നൽകുന്ന ഒരു ത്രികോണമാണ്. ബുദ്ധിരേഖയുടെ താഴെ ത്രികോണം കണ്ടാൽ സാമ്പത്തികം നൽകും. പിന്നെ ആ ത്രികോണത്തിൽ ഏതെങ്കിലും കുറുകെ രേഖകൾ വരിക, മങ്ങിക്കാണുക ഒക്കെ ഉണ്ടെങ്കിൽ അതിന് തടസ്സം വരുമെന്നുള്ളതാണ്.
ബുധരേഖയ്ക്ക് താഴെ ത്രികോണം ഉണ്ടെങ്കിൽ അത് സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാകും എന്ന് തന്നെയാണ്. പിന്നെ ഏത് മണ്ഡലമാണേലും, ബുധമണ്ഡലമായിക്കോട്ടെ, സൂര്യമണ്ഡലമായിക്കോട്ടെ, ശനിമണ്ഡലമായിക്കോട്ടെ, വ്യാഴമണ്ഡലമായിക്കോട്ടെ, ശുക്രമണ്ഡലമായിക്കോട്ടെ, ശുക്രമണ്ഡലം പോട്ടെ, ശുക്രമണ്ഡലത്തിൻ്റെ കാര്യം പറയുന്നില്ല. ശുക്രമണ്ഡലത്തിൽ കുറുകെയുള്ള രേഖയാണ് ഭാഗ്യം കൂടുതൽ നൽകുന്നത്, നിവർന്ന രേഖയല്ല കേട്ടോ. ഇത്രയും മണ്ഡലം കൂട്ടിയാൽ മതി. ബുധമണ്ഡലം, സൂര്യമണ്ഡലം, ശനിമണ്ഡലം, വ്യാഴമണ്ഡലം, ഈ മണ്ഡലങ്ങളിൽ നിവർന്ന എന്ന് വെച്ചാൽ ഈ മണ്ഡലങ്ങളിൽ എല്ലാം ഇങ്ങനെ രേഖ കാണുമെന്നല്ല പറയുന്നത്. ഇതിലേതെങ്കിലും ഒന്നേ ഒരാൾക്ക് കാണത്തുള്ളൂ. ചിലർക്ക് ബുധമണ്ഡലത്തിൽ ഇതുപോലെ രേഖ കാണുക, ചിലർക്ക് സൂര്യമണ്ഡലത്തിലായിരിക്കും ഒരു രേഖ കാണുന്നത്, ചിലർക്ക് ശനിമണ്ഡലത്തിലായിരിക്കും ഒരു രേഖ കാണുന്നത്, ചിലർക്ക് വ്യാഴമണ്ഡലത്തിലായിരിക്കും. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു രേഖയെ ഒരാളുടെ കൈ കാണത്തുള്ളൂ, 4 രേഖയും കാണത്തില്ല. ഞാൻ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ ഇതിലേതെങ്കിലും ഒരു മണ്ഡലത്തിൽ വ്യക്തമായ നിവർന്ന ഒരു രേഖ തടസ്സമില്ലാതെ കണ്ടു കഴിഞ്ഞാൽ അത് സാമ്പത്തികം ഉണ്ടാകാനുള്ളൊരു യോഗമാണ്, വളരെ റിച്ചാകാനുള്ളൊരു യോഗമാണ്, ജീവിതത്തിൽ രക്ഷപ്പെടുമെന്നുള്ളൊരു സൂചനയാണ് നല്ല രീതിയിൽ. ഇനി ഇതിലേതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഇതുപോലെ കുറുകെ രേഖ കണ്ടു കഴിഞ്ഞാൽ അത് ഏതൊരു കാര്യത്തിനും തടസ്സമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഒരു മണ്ഡലത്തിൽ, ഈ 4 മണ്ഡലത്തിലൂടെ എല്ലാവരുടെയും കൈ കാണത്തില്ല. ചിലരുടെ ഈ മണ്ഡലത്തിലായിരിക്കും കുറുകെ ഇങ്ങനെ രേഖ കാണുന്നത്, ചിലരുടെ ഈ മണ്ഡലത്തിലായിരിക്കും, ചിലരുടെ ഈ ശനിമണ്ഡലത്തിലായിരിക്കും, ചിലരുടെ വ്യാഴമണ്ഡലത്തിലായിരിക്കും. ഇങ്ങനെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഇങ്ങനെ കുറുകെ ഒരു രേഖ കണ്ടാൽ കാലതാമസം, കാര്യതടസ്സം, ആ സമയത്ത് ഈ രേഖ മങ്ങിക്കണ്ടു കഴിഞ്ഞാൽ ആ ദോഷം മാറിയെന്നാണ് അർത്ഥം. ഈ രേഖ വ്യക്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് തടസ്സം, ആ സമയത്ത് ഒരു ബിസിനസ് കാര്യങ്ങളിൽ ഏർപ്പെടുക, ആ സമയത്ത് നമ്മൾ എവിടെയെങ്കിലും പോയി പണം ഡെപ്പോസിറ്റ് ചെയ്യുക, ഇതൊക്കെ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ പണം ബ്ലോക്ക് ആകാനോ ഒക്കെയുള്ള സാധ്യതയാണ്. ആ സമയങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ദോഷമുള്ള രേഖകൾ മങ്ങിക്കണ്ടു കഴിഞ്ഞാൽ ഗുണമെന്ന് അതിൻ്റെ അർത്ഥം. ഗുണമുള്ള രേഖകൾ മങ്ങിക്കണ്ടു കഴിഞ്ഞാൽ ദോഷമെന്ന് മനസ്സിലാക്കണം കേട്ടോ. അങ്ങനെയാണ്. ഇനിയും ഇത് ബുദ്ധിരേഖയാണ്. ബുദ്ധിരേഖയുടെ താഴെ ഇതുപോലെ ഒരു ചതുരം കാണുക. ഇങ്ങനെ ചതുരം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് വെള്ളച്ചാട്ടം, ചിലർ ടൂറുകൾ പോലെ വെള്ളച്ചാട്ടം കാണും, അങ്ങനെയുള്ള കാര്യങ്ങൾ പോകരുത്. പോയാൽ തന്നെ വളരെ ശ്രദ്ധിക്കുക, അല്ല യാത്ര ഒഴിവാക്കുക. വെള്ളത്തിൽ കൂടെ ബോട്ട് യാത്ര, വെള്ളത്തിലുള്ള കുളി, വെള്ളത്തിലുള്ള മുങ്ങാങ്കുഴിയിടയിൽ ഇതൊക്കെ ശ്രദ്ധിക്കണം. പണ്ട് നാളെ എൻ്റെ അടുത്ത് ഒരാൾ വന്നപ്പോൾ ഇതുപോലെ ഞാൻ രേഖ നോക്കി അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ വെള്ളത്തിൽ കുളിക്കുന്ന സ്വഭാവം ഉണ്ടോ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു മുങ്ങാങ്കുഴിയൊക്കെ നല്ലതായിട്ട് ഇടുമെന്ന് പറഞ്ഞു. അപ്പം ഇനി ഇടേണ്ടെന്ന് പറഞ്ഞു. മുങ്ങാങ്കുഴി ഇട്ടതിട്ടോ, ഇനി ഇടരുതെന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ജീവന് തന്നെ ആപത്തുണ്ടാകാം, ശ്രദ്ധിക്കണം, ചിലപ്പോൾ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. വളരെ ശരിയാണെന്ന് പറഞ്ഞു. പുള്ളി ഇതുപോലെ മുങ്ങാങ്കുഴി ഞാൻ ഇട്ടപ്പം ഈയൊരു വള്ളി പുള്ളിയുടെ കാലെ ചുറ്റി. പുള്ളി വിചാരിച്ച് പുള്ളി അപ്പം തീർന്നെന്ന്. വലിയ പാടായിരുന്നു, കുരുങ്ങിപ്പോയെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയോ മേളി വന്നു. ഞാൻ പറഞ്ഞു ഇനിയും മുങ്ങാങ്കുഴി ഇടാനോ കുളിക്കാനോ കുളത്തിലോ ഒന്നും പോകരുത് എന്ന് പറഞ്ഞു. ഇന്ന് വരെ പുള്ളി അത് പോയിട്ടുമില്ല, മിടുക്കനായിട്ട് നല്ലതായിട്ട് ജീവിക്കുന്നുമുണ്ട്, ഒരു കുഴപ്പമില്ല. ഇനിയും ഇത് ഹൃദയരേഖയാണ്. ഹൃദയരേഖയുടെ അവസാനം ഈ ഹൃദയരേഖയുടെ ഈ നടുവിരലിന് താഴെയുള്ള ഭാഗത്തോ അല്ലെ ചൂണ്ടുവിരലിന് താഴെയുള്ള ഭാഗത്തോ അല്ലെ ഈ 2 വിരലുകളുടെ ഇടയിലുള്ള ഭാഗത്തോ ഇങ്ങനെ ഹൃദയരേഖ കാണപ്പെടുക. അതായത് ചെറിയ ഒരു ശാഖയായിട്ട്, ഈ ചെറിയ ശാഖ ഭാഗ്യദോഷം ഉണ്ടാക്കും, വലിയ ശാഖ ഭാഗ്യം നൽകും എന്നുള്ളതാണ്. ഇനി വലിയ ശാഖയാണെങ്കിൽ പോലും അതിലൊരു ശാഖ ബുദ്ധിരേഖയിലേക്ക് ഇറങ്ങിയാൽ അത് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാക്കും. ഞാൻ ഒന്നുകൂടെ പറയാം. ചെറിയ ശാഖ ഇപ്പം ഇതുണ്ട്, വളരെ ചെറിയ ശാഖ ക്ലോസ് ആയിട്ട്, ഇത് ഭാഗ്യദോഷം ഉണ്ടാക്കും. അല്പം വലിയ ശാഖയാണെങ്കിൽ അത് ഭാഗ്യം നൽകും. അതിന് ലക്കി ഫോർക്ക് എന്നാണ് പറയുന്നത്. ഹസ്തരേഖയുടെ ഭാഷയിൽ ലക്കി ഫോർക്ക് എന്നാണ് അതിന് പറയുന്നത്, ഭാഗ്യം നൽകുന്ന ശാഖ എന്ന്. ഇനിയും അല്പം വലിയ ശാഖയാണെങ്കിൽ പോലും അതിലൊരു ശാഖ ബുദ്ധിരേഖയിലേക്ക് ഇറങ്ങിയാൽ, ഇപ്പോൾ ഇത് ഞാൻ കാണിക്കുന്നുണ്ട്, ഇപ്പോൾ ഇതൊരു വലിയ ശാഖയാണെന്ന് വിചാരിച്ചു, ഇത് ബുദ്ധിരേഖയിലേക്ക് ഇറങ്ങിയാൽ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാക്കാം എന്ന് തന്നെയാണ്. അതിനെക്കുറിച്ച് ഞാൻ കാണിക്കാം, ഞാൻ വരച്ച് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ശ്രദ്ധിച്ചാൽ കുഴപ്പം. ഇങ്ങനെ രേഖയുള്ള ഒരാൾ ഒരു അയൽവക്കക്കാരന് കുറച്ച് പൈസ കൊടുക്കുക, നീട്ടി വരച്ചിരിക്കും, ചിലപ്പം കിട്ടാം. അല്ലെങ്കിൽ ഇങ്ങനെ രേഖയുള്ളൊരു സ്ത്രീ ആയിക്കോട്ടെ, ആരെങ്കിലും വന്നു വെച്ച് പറയാം ഇച്ചിരി സ്വർണം തരാമോ പണയം വെക്കാൻ, ഞാനങ്ങ് അടുപ്പിച്ച് തന്നേക്കാം, അടുത്ത ആഴ്ച അടുപ്പിച്ച് തന്നേക്കാം, വീട്ടുകാരറിയണ്ട, കൊടുത്താൽ നീട്ടി ഗോപി വരച്ചിരിക്കുന്നു വെച്ചാൽ പൈസ കിട്ടത്തില്ല, ചിലപ്പം കിട്ടാം, ഭാഗ്യം ഉണ്ടെങ്കിൽ. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? ഈ രേഖയുള്ളവർ ആ കാര്യത്തിന് പോകരുത്. നിങ്ങൾക്ക് ലക്ഷങ്ങൾ ലാഭിക്കാൻ പറ്റും, വീട്ടിലും പ്രശ്നം ഉണ്ടാകത്തില്ല. പിന്നെ എന്തുണ്ടെങ്കിലും വീട്ടുകാരോട് ആലോചിച്ചിട്ടേ ചെയ്യാവുള്ളൂ. പിന്നെ അഥവാ നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാഗരാജാവിന് നെയ്വിളക്ക് തെളിയിച്ചാൽ മതി. ഏത് ദിവസം തെളിയിക്കണം അവസാനം പറഞ്ഞുതരാം കേട്ടോ.
അത് ആ ദിവസം ഞാൻ പറയുന്ന ദിവസം തെളിയിച്ചാൽ നല്ലതായിരിക്കും. നാഗരാജാവിന് നെയ്വിള. അപ്പോൾ അത് അവസാനം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. പറയാൻ പോകുന്നത് ഇത് കണ്ടോ, ഇത് ശനിമണ്ഡലം, നടുവിരലിന് താഴെ. ഈ നടുവിരലിന് താഴെയുള്ള ഭാഗത്തിന് മധ്യഭാഗത്തായിട്ട്, അതായത് നടുവിരലിന് താഴെയുള്ള ഭാഗത്തിൻ്റെ ഏകദേശം ഞാൻ ആരോ കാണിച്ചിരിച്ചാൽ മാറിപ്പോയി എങ്കിലും ഈ മധ്യഭാഗത്തായിട്ട് ഈ ഹൃദയരേഖ വന്നിങ്ങനെ നിൽക്കുക. മനസ്സിലായോ? അതായത് നടുവിരലിന് ഏകദേശം താഴെ, നടുവിരലിൻ്റെ മധ്യഭാഗത്തായിട്ട്, നടുവിരലിൻ്റെ മധ്യഭാഗത്തായിട്ട് ഇങ്ങനെ ഈ ഹൃദയരേഖ വന്ന് നിൽക്കുക. ഇങ്ങനെയുള്ളവർ വളരെ സ്വാർത്ഥന്മാരായിരിക്കും. അവരുടെ സ്നേഹവും കാര്യങ്ങളും ഒക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കണം. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കേട്ടാൽ പോലും നമ്മളോട് അതൊന്ന് അന്വേഷിച്ച് ആലോചിച്ച് ശരിയാണെന്ന് ബോധ്യപ്പെടുത്തണം. നമ്മൾ അങ്ങനെയുള്ളവരെല്ലാം മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, എങ്കിലും നമ്മൾ അല്പം ശ്രദ്ധിക്കണം. നമ്മൾ അങ്ങനെയുള്ളവരോട് പല കാര്യങ്ങളും പറയുന്നത് സൂക്ഷിച്ചു വേണം. അതുമല്ല, സാർത്ഥത അല്പം കൂടുതലായിരിക്കും. നമ്മൾ അങ്ങനെയുള്ളവരെ കൂടുതൽ വിശ്വസിക്കുന്നതും എന്ന് വെച്ചാൽ എല്ലാവരും മോശക്കാരാണെന്ന് വിശ്വസിക്കരുതെന്നല്ല പറഞ്ഞാൽ, നമ്മുടെ കയ്യിലിരിക്കണം നമ്മുടെ കാര്യങ്ങൾ. നമ്മൾ ആരോടും കൂടുതൽ ഇത്തരത്തിൽ രേഖയുള്ളവരാണെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ള ഉദ്ദേശം. എല്ലാവരോടും പിണങ്ങണമെന്നൊന്നുമല്ല, നമ്മളുടെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചോണം. അല്ല അവരെ പിണങ്ങണമെന്ന് ഒഴിവാക്കണമെന്ന് വഴക്കുപിടിക്കണമെന്നൊന്നുമല്ല. പറഞ്ഞ് മനസ്സിലായി. സാധ്യത കൂടുതലായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല, പക്ഷെ ഇങ്ങനെയുള്ളൊരു സാധ്യത കൂടുതലാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, കുഴപ്പമില്ല. പക്ഷെ അവരെ അവോയ്ഡ് ചെയ്യണമെന്നല്ല പറഞ്ഞത്, നമ്മൾ നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് പോവാം, അത്രയേ ഉള്ളൂ. ഇനിയും ഇത് ഈ ചെറുവിരലിന് താഴെ കാണുന്ന വിവാഹരേഖ, വിവാഹരേഖ ഇങ്ങനെ താഴേക്ക് വളഞ്ഞ് കാണുക. ചെറുവിരലിന് താഴെ ഈ വിവാഹരേഖ ഇങ്ങനെ താഴേക്ക് വളഞ്ഞ് കാണുക. അത് ദാമ്പത്യ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കണം. അഭിപ്രായ വ്യത്യാസങ്ങൾ, ചിലപ്പോൾ അകലിച്ചകൾ, ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ, അല്ലെ കലഹങ്ങൾ, ഇതൊക്കെ ഉണ്ടാകാനുള്ള നേരിയ സാധ്യതയാണ്. നിർബന്ധമില്ല, നമ്മൾ വിചാരിച്ച ഒഴിവാക്കാന്നുള്ളതേ ഉള്ളൂ. അതിന് ഏറ്റവും നല്ല ചെയ്യാവുന്ന കാര്യം മലയാള മാസം ഏതെങ്കിലും ഒരു ചൊവ്വ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാസം ആയിക്കോട്ടെ, ഒരു ചൊവ്വാഴ്ച, മാസത്തിൽ ഒരു ചൊവ്വാഴ്ച അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേര് ഗുരുതി നിവേദ്യം, 100 രൂപയുടെ ഗുരുതി നിവേദ്യം ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരിൽ ചെയ്യുക. ഇത് സാധിക്കുന്ന പോലെ മാസത്തിൽ 1 വീതം ആവർത്തിക്കുക. വെള്ളിയാഴ്ചകൾ ശിവന് ഭാര്യയുടെയും ഭർത്താവിൻ്റെ പേരിൽ ഐക്യമത്യാർച്ചന, അതൊരു രസീത 2 പേരുടെ പേരിൽ ചെയ്യുക. അതുപോലെ ഓരോ കൂട് ഭസ്മം, പിന്നെ ജലധാര 2 പേരുടെ പേരിൽ. ഇത് വെള്ളിയാഴ്ചകളിൽ സാധിക്കുന്ന പോലെ ആവർത്തിച്ചാലും ഒരു കുഴപ്പമില്ല. ഏറ്റവും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകും. അങ്ങനെ ഒരുപാട് ആളുകൾ ഏറ്റവും നല്ല ഐക്യത്തിൽ ജീവിക്കുന്നവരുണ്ട്, ഏറ്റവും നല്ല സന്തുഷ്ടരായിട്ട് ജീവിക്കുന്നവരുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ പരിഹാരങ്ങൾ ചെയ്താൽ നന്നായിരിക്കും. ഇത് മോതിരവിരലിന് താഴെയുള്ള ഭാഗമാണ്, സൂര്യമണ്ഡലമാണ്. ഈ സൂര്യമണ്ഡലത്തിൽ ഇതുപോലെ നിന്ന് ഒരു രേഖ കാണുക. 2 രേഖ വളരെ ക്ലോസ് ആയിട്ട് അടുത്താണ് കാണുന്നത്. ഇത് 2 രേഖയാണ് ക്ലോസ് ആയിട്ട് അടുത്ത് കാണുന്നത്, 2 രേഖ. ഇത് സാമ്പത്തിക പ്രതിസന്ധികൾ, തൊഴിൽ തടസ്സം, പിന്നെ സാമ്പത്തികമായിട്ടുള്ള ബ്ലോക്ക്, സാമ്പത്തികമായിട്ട് പണം ബ്ലോക്ക് ആവുക, കുടുംബപരമായ തടസ്സങ്ങൾ. ഒരു ലോണിന് പോലും അപ്ലൈ ചെയ്താൽ ചിലപ്പം നമുക്ക് മാത്രം കിട്ടണമെന്നില്ല, തടസ്സപ്പെടും. കിട്ടാം, ചിലപ്പോൾ തടസ്സപ്പെട്ട് നിൽക്കും, സമയത്തിന് കിട്ടാം. പക്ഷെ അതൊന്നും പേടിക്കേണ്ട കാര്യങ്ങളില്ല. ഗണപതിക്ക് കറുകമാലയും മുക്കുറ്റിമാലയും വെള്ളിയാഴ്ചകളിൽ സമർപ്പിക്കുക. പിന്നെ 18 നാരങ്ങ വാടുനാരി കോർത്ത് വെള്ളിയാഴ്ച വെക്കുന്നത് നല്ലതാണ്. കാര്യം നടന്നു. ഇത് സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. ഗണപതി ഉപപ്രതിഷ്ഠയാണ്, പ്രധാന ദേവനല്ല, ദേവിക്ക് എണ്ണയും മാലയും കൊടുത്തിട്ട് ചെയ്യാവുള്ളൂ കേട്ടോ. പിന്നെ ഇത് ബുദ്ധിരേഖയാണ്. ബുദ്ധിരേഖയുടെ മുകളിലായിട്ട് ഇങ്ങനെ തന്നെ, ബുദ്ധിരേഖയ്ക്ക് സമാന്തരമായി ഇങ്ങനെ രേഖ കാണുക. ഇവിടെ ഇങ്ങനെ രേഖ കാണുന്നത് നല്ലതാണ് കേട്ടോ. ബുദ്ധിരേഖയ്ക്ക് സമാന്തരമായി, ബുദ്ധിരേഖയുടെ അടുത്ത് കാണരുത്, അല്പം അകന്ന് ഇങ്ങനെ ഒരു രേഖ കാണുക സമാന്തരമായി. ഇത് വലിയ രീതിയിൽ സാമ്പത്തികം ഉണ്ടാകും എന്നുള്ളൊരു സൂചനയാണ്. അങ്ങനെ എത്രയോ അനുഭവങ്ങളിലൂടെ സാമ്പത്തികം ഉണ്ടായവരെ എനിക്കറിയാം. പിന്നെ ഇനിയും പറയാൻ പോകുന്നത്, ഇത് ചൂണ്ടുവിരലിൻ്റെ താഴെയുള്ള ഭാഗമാണ് വ്യാഴമണ്ഡലം. അവിടെ ഇങ്ങനെ ഒരു നേർരേഖ വ്യക്തമായിട്ട് കണ്ടാൽ അത് സാമ്പത്തികം ഉണ്ടാകുന്നതാണ്. ഇനിയും ഈ രേഖയിൽ കുറുകെ രേഖ വരരുത്, രേഖ മങ്ങിക്കാണരുത്, അങ്ങനെയൊക്കെ കൊണ്ട് തടസ്സം ഉണ്ടാവും. ബുധമണ്ഡലം, ചെറുവിരലിന് താഴെയുള്ള ഭാഗമായ ബുധമണ്ഡലത്തിലും ഇതുപോലെ ഒരു നേർരേഖ കണ്ടാലും സാമ്പത്തികം ഉണ്ടാകും തന്നെയാണ്. ഈ 2 രേഖകൾക്കും വേറെ ഒരു രഹസ്യം കൂടെ ഉണ്ട്, അത് അവസാനം പറഞ്ഞുതരാം. വേറെ ഒരു അത്ഭുതകരമായ കാര്യമുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട്, അവസാനം പറയാം കേട്ടോ. ഇത്
വിധിരേഖ അല്ലെ ഭാഗ്യരേഖയാണ്. ഈ വിധിരേഖ എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഈ രേഖ നടുവിരലിന് താഴെ എത്തുന്നതാണ് വിധിരേഖ. ഈ രേഖ മോതിരവിരലിന് താഴെ എത്തിയെങ്കിൽ സൂര്യരേഖ എന്ന് പറയും കേട്ടോ. ഈ വിധിരേഖയുടെ ഈ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് തുടങ്ങുന്ന ഭാഗത്ത് ഒരു വൃത്തം കാണുക. ഇത് വൃത്തമാണ് വരച്ചിരിക്കുന്നത്, ചെറുതായിട്ട് തെളിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഇവിടെ ഒരു വൃത്തം കണ്ടു കഴിഞ്ഞാൽ എന്ത് ശ്രദ്ധിക്കണം? ആ വ്യക്തി മോശമായ ചില സാഹചര്യങ്ങളിൽ ചെന്നപ്പെടാം. മോശം വ്യക്തികളുമായി സൗഹൃദമുണ്ടായോ? തട്ടിപ്പുകളിലും എവിടെ തട്ടിപ്പുണ്ടെങ്കിലും അവിടെ കൊണ്ട് പൈസ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. തട്ടിപ്പുകാരടുത്ത് തന്നെ ചെന്ന് ചാടും. അല്ലെ മോശം വ്യക്തികളുമായി അടുത്ത് തന്നെ ഈ വ്യക്തി ഈ വ്യക്തിയെ ചെന്ന് ചാടും. അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാകാം. അതിനുള്ളവർ എന്ത് ചെയ്യണം? വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി ചെമ്പരത്തിമാലയും മലയാളമാസ ആദ്യ വെള്ളിയാഴ്ച വീതം കൊടുക്കുക. പിന്നെ പക്കനാളിന് അമ്മയ്ക്ക് രാവിലെ ഒരു കടുംപായസം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ഇത് 4 മാസത്തിലോ 3 മാസത്തിലോ ഒരിക്കൽ കൊടുക്കുക. ഒരു കുഴപ്പമില്ല, ഒരിടത്തും ചാടത്തുമില്ല, ഒരാപത്തിനും ഒരു തരത്തിലുള്ള മോശമായ സാഹചര്യത്തിലും പോകത്തുമില്ല, മോശമുള്ള ആളുകളുമായിട്ട് തട്ടിപ്പുകളിലൊന്നും പോയി ചാടത്തുമില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ കൂടെ ചെയ്യുക. ഇതൊക്കെയാണ്. ഇങ്ങനെയൊക്കെ ഇത് മനസ്സിലാക്കുന്നതുകൊണ്ട് ലക്ഷങ്ങൾ നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം വെള്ളം കുടിച്ചെന്നറിയോ? ഇത് നിങ്ങൾക്ക് എത്ര എഫോർട്ട് ചെയ്താൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് കാണാതെ വീണ്ടും എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് പൈസ കൊണ്ടാ കളഞ്ഞിട്ട് എന്നോട് പിന്നെ വാട്സപ്പിൽ ചോദിക്കരുത്. അപ്പോൾ ഞാൻ അതിനുള്ള മറുപടി ഇതുപോലെ പറയും. ഞാൻ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ കണ്ടില്ല, പിന്നെ എനിക്കറിയത്തില്ല. വീഡിയോക്കകത്തെല്ലാം പറയുന്നുണ്ട്, ഇവിടെ പരിഹാരവും പറയുന്നുണ്ട്, ശ്രദ്ധിക്കേണ്ട കാര്യവും പറയുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ അത് ഒഴിവാക്കാനും പറ്റും. പരിഹാരം കൂടെ ചെയ്താൽ പൂർണ്ണമായിട്ട് സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കാൻ പറ്റും, ലക്ഷങ്ങൾ ലാഭിക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും സംസാരിക്കുന്നത്. ഇത് ഞാനിത് പറഞ്ഞിരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞാനൊരു ശിവയോഗി ആയതുകൊണ്ടാണ്. കാരണം ഇതൊന്നും അല്ല പറഞ്ഞു തരത്തില്ല, ഇത്രയും മെനക്കെട്ടൊന്നും ആരും പറഞ്ഞു തരത്തില്ല. അത് ഇത്രയും പറഞ്ഞു തരണമെന്നുണ്ടെങ്കിലും ഭഗവാന്റെ അനുഗ്രഹമാണ്. ഞാൻ ശിവനെ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി, കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഒരുപാട് പേര് സാറേ അത് ഞങ്ങൾ കണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്തും ആയിക്കോട്ടെ, കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തേക്കാം. എന്താ ആളുകൾ ഇനി അധികം കണ്ടാലും കണ്ടില്ലെങ്കിലും ഇത് ഡിലീറ്റ് ചെയ്യത്തില്ല, അത് കിടക്കട്ടെ, ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന രീതിയിലാണ് ഇട്ടിരിക്കുക. അത് ഭഗവാനോടാണ് നന്ദി പറയേണ്ടത്. ഞാനും ഈ ഒരു കാര്യം ചെയ്യാൻ എനിക്ക് ഭഗവാൻ തോന്നിച്ചതിന് നന്ദി പറയുന്നു. നിങ്ങളും ഭഗവാനോട് നന്ദി പറയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ വീഡിയോ കാണുന്നതിന് ശിവഭഗവാന്റെ അനുഗ്രഹമുള്ളവരാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. ഇത് ഹൃദയരേഖയാണ്, ഇത് ബുദ്ധിരേഖ, ഇത് ആയുർരേഖ. ഈ ഹൃദയരേഖയിൽ നിന്ന് ഒരു ശാഖ താഴേക്ക് ബുദ്ധിരേഖയിലേക്ക് പോവുക. ഇത് നടുവരലിന് താഴെയോ ചൂണ്ടുവരലിന് താഴെയോ അല്ലെങ്കിൽ ചൂണ്ടുവരലിനും നടുവരലിനും ഇടയിലുള്ള ഭാഗത്തിന് താഴെയോ എങ്ങനെ ആണെങ്കിലും മതി. ഇങ്ങനെ ഈ ഒരു ഹൃദയരേഖയിൽ നിന്ന് ഒരു ശാഖ ബുദ്ധിരേഖയിലേക്ക് താഴേക്ക് ഇറങ്ങിയാൽ ഇങ്ങനെയുള്ളവർ വലിയ ഫിനാൻഷ്യൽ ബാധ്യതകളിൽ ചെന്ന് ചാടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ലോൺസ് ആയിരിക്കും, അല്ലെങ്കിൽ ലൈബിലിറ്റീസ്, ഒരുപാട് ലൈബിലിറ്റീസ്, ലോൺസ്, സാമ്പത്തികമായ തട്ടിപ്പുകളിൽ പോയി ചാടുക, സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉണ്ടാകുക. ഇപ്പോൾ ഒരു ഗൾഫിൽ പോകാനാണെങ്കിലും പൈസ കൊടുത്തു കഴിഞ്ഞാൽ പൈസ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ അത് തിരിച്ച് കിട്ടാതിരിക്കുക, പോക്ക് നടക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഇട്ടാൽ പോലും അത് പണം നഷ്ടപ്പെടുക. ഇങ്ങനെ പല പ്രതിസന്ധികളും വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിനൊന്ന് അവരത് ശ്രദ്ധിക്കുക. അവരേത് കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യുക, ആലോചിച്ച് അന്വേഷിച്ച് ചെയ്യുക. 2 നല്ലതായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. 3 ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകണം. വെള്ളിയാഴ്ച അമ്മയ്ക്ക് അഷ്ടോത്തരാർച്ചനയും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ചെയ്യുക. അത് വെള്ളിയാഴ്ചകൾ ആവർത്തിക്കണം. കുളത്തിൽ മലരുകൊണ്ട് മീനോട്ട് നടത്തണം, കുളമുള്ള ക്ഷേത്രം തിരഞ്ഞെടുത്ത്. ഇനിയും മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച ഒരു സാധാ ഗുരുതി നിവേദ്യം കൂടെ അമ്മയ്ക്ക് കൊടുക്കണം. അത് മാസത്തിൽ 1 ദിവസം സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. 100 രൂപയുടെ ഗുരുതി നിവേദ്യത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത് വലിയ തുക മുടക്കി ചെയ്യുന്ന കാര്യമല്ല കേട്ടോ. 100 രൂപയുടെ ഗുരുതി നിവേദ്യം അത് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ അറിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരുപാട് നഷ്ടങ്ങൾ ഒഴിവാകും. നമ്മളൊരു കാര്യം മനസ്സിലാക്കി ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇത്ര വിശദമായിട്ട് പറയുന്നത്. അതൊരു ലാഭമാണ്. നഷ്ടങ്ങൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ലാഭമാണ്. അല്ല കടം കയറി വീടും സ്ഥലവും എല്ലാം പോയി ഒന്നുമില്ലായ്മയിലേക്ക് വന്നവരുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്ര വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. പിന്നെ എല്ലാവരെയും ഈ വീഡിയോ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഓരോരുത്തരുടെയും മറ്റു രേഖകളും ഒക്കെ അനുസരിച്ച് ഫലങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. പിന്നെ ജനിച്ച തീയതി, ഗ്രഹനില ഇതൊക്കെ അനുസരിച്ച് ഫലം വ്യത്യാസപ്പെട്ടിരിക്കും. ഇതെല്ലാം ഈ വീഡിയോ പറയുന്ന മുഴുവൻ സാമാന്യ ഫലങ്ങളാണ്. എന്നിരുന്നാൽ തന്നെയും അറിയുന്നതുകൊണ്ട് ഗുണം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ, നല്ല കാര്യങ്ങളാണ്. ഇത് കണ്ടോ, ഇത് ചൂണ്ടുവിരലിന് താഴെയുള്ള ഭാഗമാണ് വ്യാഴമണ്ഡലമാണ്. അപ്പോൾ ഈ ആയുർരേഖയിൽ നിന്ന് ഒരു ശാഖ ഈ വ്യാഴമണ്ഡലത്തിലോട്ട് കയറിയാൽ നല്ലതാണ്, ഒരു ശാഖ. പക്ഷെ ഒന്നിലധികം ശാഖകൾ കയറിയാൽ നമുക്ക് ഏത് കാര്യത്തിലും ഒരു പരിപൂർണത ഉണ്ടാകത്തില്ല. ഏത് കാര്യം നല്ലതായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ തടസ്സം ഉണ്ടാകും.
ഏത് കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഭാഗ്യം ഉണ്ടാകാൻ അല്പം കാലതാമസം എടുക്കും. ഏതൊരു കാര്യം നാളെ നീളം മുന്നോട്ട് പോകുന്നതാണ്. ഭാഗ്യ തടസ്സം തന്നെയാണ്. ഒരു രേഖ കയറുകയാണെങ്കിൽ ഭാഗ്യം ഉണ്ടാകും. 3 or 4 രേഖകൾ അല്ലെങ്കിൽ 1 കൂടുതൽ രേഖകൾ ഇങ്ങനെ മുകളിലേക്ക് വരികയാണെങ്കിൽ അത് സമയദോഷം തന്നെയാണ്. അപ്പോൾ അതിന് കൃഷ്ണൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവസാനം ഞാൻ പറഞ്ഞുതരാം. കൃഷ്ണൻ്റെ സർപ്പത്തിന് നോക്കുക കേട്ടോ, അത് ചെയ്തു പോയാൽ മതി. ഇനിയും പറയാൻ പോകുന്നത്, ഇത് മോതിരവിരലിന് താഴെയുള്ള ഭാഗമാണ് സൂര്യമണ്ഡലം. ഈ സൂര്യമണ്ഡലത്തിൽ ഒരു ഗുണനച്ചിഹ്നം കാണുക. ഗുണനം എന്ന് പറഞ്ഞാൽ കൃത്യം ഇങ്ങനെ ഗുണനമായിട്ട് തന്നെ കാണണമെന്നില്ല, കുരിശ് പോലെ കണ്ടാലും മതി. എങ്ങനെയാണെങ്കിലും ഒരു ഗുണനച്ചിഹ്നം, ഒരു രേഖ മറ്റൊരു രേഖ മുറിച്ച് കിടക്കുക. അപ്പം ഇങ്ങനെ ഗുണനച്ചിഹ്നം, ഇതെങ്ങനെ ഗുണനച്ചിഹ്നം കണ്ടാലും സാമ്പത്തിക തടസ്സം, സാമ്പത്തികമായ തട്ടിപ്പുകളിൽ പോയി ചാടുക, പൈസ കൊടുത്തിട്ട് കിട്ടാതെ വരിക, ഒരു ജോലിക്കായിക്കോട്ടെ വിദേശത്ത് പോകാനായിക്കോട്ടെ, അങ്ങനെയുള്ള പ്രതിസന്ധികൾ, വീട്ടിൽ കലഹങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, സാമ്പത്തികമായ ലോൺസ്, ലയബിലിറ്റീസ്, ചെയ്യുന്ന ജോലി കൊണ്ട് തൊഴിൽ കൊണ്ട് ഒരു ഉയർച്ചയില്ലാതിരിക്കുക, ഇതൊക്കെ ഉണ്ടാകാം. അതിന് ഏറ്റവും പ്രധാനം ചെയ്യേണ്ട കാര്യം ഭദ്രകാളിക്ക് തന്നെയാണ്. വെള്ളിയാഴ്ച കടുംപായസവും ചെമ്പരത്തിമാലയും കുളത്തിൽ മലരുകൊണ്ട് മീനൂട്ടും വെള്ളിയാഴ്ചകൾ ആവർത്തിച്ചാൽ മതി, സാമ്പത്തികം വരും. വ്യാഴാഴ്ച കൃഷ്ണനൊരു നെയ്വിളക്കും ഭാഗ്യശുക്ത പുഷ്പാഞ്ജലിയും ആവർത്തിക്കാൻ സാധിക്കുന്ന പോലെ ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാകും, ഒരു സംശയവും വേണ്ട. അത് ഞാൻ ചെയ്തവരൊക്കെ അത് രക്ഷപ്പെട്ടുകയാണ്. ഇത്തരം ചിഹ്നങ്ങളൊക്കെ ഞാൻ എത്രയോ പരിശോധിച്ചിരിക്കുന്നു, 10,000-കണക്കിന് അനുഭവങ്ങൾ എടുത്താൽ പറയാം. അതുകൊണ്ട് ഈ കാര്യങ്ങൾ കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റുമെന്ന് എനിക്ക് പറയുന്നത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. എൻ്റെ മൊത്തം സമയം ഇതൊക്കെ തന്നെ എൻ്റെ പരിപാടികൾ, ഇതിലാണല്ലോ എൻ്റെ മനസ്സ് മുഴുവൻ. അതുകൊണ്ടാണ് പറയാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഗുണമുണ്ടാകും. ഇത് ബുദ്ധിരേഖയാണ്. ബുദ്ധിരേഖ തന്നെ ഇങ്ങനെ വളഞ്ഞ് ഈ നടുവിരലിന് മോതിരവിരലിനും ഇടയിലായി അത്രയും നീളത്തിൽ, അതായത് നടുവിരലിനും മോതിരവിരലിനും ഇടയിലുള്ള ഭാഗത്ത്, അല്ലെങ്കിൽ മോതിരവിരലിൻ്റെ അവിടെ ആയിക്കോട്ടെ, അത്രയും നീളത്തിൽ, ചെറിയ നീളത്തിൽ ബുദ്ധിരേഖ ഇങ്ങനെ ചെറിയ അറ്റം താഴോട്ടൊരു കൊളുത്ത് പോലെ വളഞ്ഞു കണ്ടു കഴിഞ്ഞാൽ അത് വളരെ റിച്ചാകാനും സാമ്പത്തികം ഉണ്ടാക്കാനും ഉള്ളൊരു യോഗം തന്നെയാണ്. വലിയ വലിയ ബിസിനസ്സുകാരങ്ങളുള്ള ആളുകളുടെയൊക്കെ കൈകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് വളരെ ഒരു സാമ്പത്തികം ഉണ്ടാകുന്ന ഒരു യോഗമാണ്. ഇനിയും ഇവിടെ വേറൊരു കാര്യങ്ങൾ പറയുന്നവർ, ഇപ്പം ഞാനിങ്ങനെ താഴേക്ക് വളഞ്ഞതുകൊണ്ട് ഇതിന് ഇങ്ങനെ ഇവിടെ ഒരു രേഖ ഇങ്ങനെ കുറുകെ വരിക, ഒരു രേഖ ഇങ്ങനെ കുറുകെ വന്നു കഴിഞ്ഞാൽ ഇത് തൊഴിൽ തടസ്സം, സാമ്പത്തിക തടസ്സം, ഏതൊരു കാര്യത്തിനും തടസ്സം, സാമ്പത്തിക ബ്ലോക്ക് ഉണ്ടാക്കുന്നതാണ്. ആ രേഖ പാടില്ല. നമുക്കിങ്ങനെ ബുദ്ധിരേഖ ഇങ്ങനെ ചെറിയൊരു വളവ് പോലെ അവസാന ഭാഗം ചെറിയൊരു കൊളുത്ത് പോലെ കണ്ടാൽ അത് ഭാഗ്യം നൽകും, വളരെ റിച്ചാകാനുള്ള യോഗമാണ്. പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ, ക്വിക്ക് ഡിസിഷൻ ആൻഡ് ആക്ഷൻ, പെട്ടെന്ന് തീരുമാനം എടുക്കാനും നടപ്പിലാക്കാനും അതുകൊണ്ട് ലാഭം ഉണ്ടാക്കാനും ഇവർക്ക് വിശേഷ ബുദ്ധി കാണും. പ്രത്യേകിച്ച് ബിസിനസ്സുകാരുടെ കൈകളിലാണ് ഞാനത് കൂടുതൽ കണ്ടിരിക്കുന്നത്. ഇനിയും ഇങ്ങനെ ഒരു രേഖ കാണുക, ഇവിടെ ആയുർരേഖ കാണുക, ഇവിടെ ബുദ്ധിരേഖ ആയുർരേഖ ഒറ്റ രേഖയായിട്ട് കാണുക. ഇത് അപൂർവം ചില കൈകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ളവരുടെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരെ ഒരു കാര്യം, ഇവർക്ക് സന്തോഷമാണെങ്കിൽ ഏറ്റവും അങ്ങേയറ്റത്തെ സന്തോഷം, വിഷമമാണെങ്കിൽ അങ്ങേയറ്റത്തെ വിഷമം, അങ്ങനെ ഇവർ വികാരങ്ങളുടെ ഏറ്റവും ഒരു സെനത്ത് പോയിന്റിലായിരിക്കും. സന്തോഷം വന്നാൽ ഭയങ്കര സന്തോഷം, സങ്കടം വന്നാൽ ഭയങ്കര സങ്കടം, അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയുള്ളവരാണ്. മാത്രമല്ല ഇവർ സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധിക്കണം. പാർട്ണർഷിപ്പ് അതുപോലുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് അത്ര ഗുണം ചെയ്യണമെന്നില്ല. പിന്നെ ഇവർ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. പിന്നെ ഇവർക്ക് ഇങ്ങനെ രേഖയുള്ളവർക്ക് പലപ്പോഴും ഒരു ഈശ്വരാധീനത്തെ കുറവ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവരുടെ കുടുംബദേവതാ ക്ഷേത്രത്തിൽ മാസത്തിലൊന്ന് പോയി, അത് അച്ഛൻ്റെ അമ്മയുടെ ആയിക്കോട്ടെ, ഒരു എണ്ണ, മാല, അർച്ചന ഇതൊക്കെ നൽകി ഒന്ന് പ്രാർത്ഥിച്ചാൽ വളരെ നല്ലതായിരിക്കും. പിന്നെ അടുത്തുള്ള ശിവക്ഷേത്രത്തിലും ശനിയാഴ്ചകളിൽ വൈകുന്ന പാട്, രാവിലെയല്ല വൈകുന്ന പാട്, ഒരു നെയ്വിളക്കും ഭഗവാൻ എന്നെങ്കിലും അപ്പോഴുള്ള നിവേദ്യം കൊടുത്ത് പ്രാർത്ഥിച്ചാലും വലിയ മാറ്റങ്ങളുണ്ടാവും. ഇവരുടെ കുടുംബജീവിതം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കുടുംബജീവിതത്തിൽ കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകണം. ഇവർക്ക് ചില കാര്യങ്ങളിൽ ചില പിടിവാശികൾ കൂടുതലായിട്ട് ഉണ്ടാകാം. അതൊക്കെ അവനവർ ശ്രദ്ധിച്ച് പോവുക, ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഒരു കുഴപ്പമില്ല, കഴിവുള്ളവർ തന്നെയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഏറ്റവും ഉയർച്ചകൾ ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കും. ഇത് ബുദ്ധിരേഖയാണ്. ഈ ബുദ്ധിരേഖ ഇവിടെ ഈ അവസാന ഭാഗത്ത് ഒരു 2 ശാഖ കാണുക. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് കമ്മ്യൂണിക്കേഷൻ, സംസാരിക്കാനുള്ള കഴിവ് കൂടുതലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയത്ത് പല കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്, മൾട്ടി ഇൻ്റലിജൻസ് ആണ്. പക്ഷേ ഇങ്ങനെയുള്ളവരോട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ പല കാര്യങ്ങളുടെ പുറകെ പോകാതെ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ ഉയർച്ച ഉണ്ടാകും. പിന്നെ ഇങ്ങനെ രേഖയുള്ളവർക്ക് പണം തെറ്റായിട്ട് എവിടെയെങ്കിലും കൊണ്ട് തട്ടിപ്പുകളിലും വെട്ടിപ്പുകളിലും പോയി പണം കൊടുക്കാനോ പണം ഡെപ്പോസിറ്റ് ചെയ്ത് പണം നഷ്ടപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ധാരാളം വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പണം എവിടെ ചിലവഴിച്ചാലും ഇങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം. 2, പല കാര്യങ്ങളുടെ പുറകെ പോകരുത്, ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കണം. പിന്നെ ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളരെ കൂടുതലാണ്. ഇവർക്ക് വക്കീൽ, ടീച്ചർ, പിന്നെ
TV ആങ്കർ, ജേർണലിസ്റ്റ്, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ ശോഭിക്കാൻ കഴിവുള്ളവരാണ്. ഇനിയും ഇവരുടെ ഇപ്പോൾ ഇതിവിടെ ആണല്ലോ ഞാൻ കാണിച്ച ഈ ശാഖ, ഇത് ചിലർക്ക് വേണ്ടി ഇവിടെ നിന്നായിരിക്കും ഇങ്ങനെ രേഖ വലിയ ശാഖയായിട്ടായിരിക്കും. അങ്ങനെയുള്ളവരെ ഞാൻ കണ്ടിട്ടുള്ളത് എവിടെയാണെന്ന് അറിയുമോ? ബസ്സിൽ ഈ 5 രൂപയുടെ പേന 10 രൂപയ്ക്ക് വിൽക്കത്തില്ലേ? പേന 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 എന്ന് പറഞ്ഞ്, നല്ല പേന എന്ന് പറഞ്ഞ് 5 രൂപയുടെ പേന 10, അവർക്ക് 50-50 ഒരു ലാഭമുള്ളത്. ബസ് ഇങ്ങനെ കൊണ്ടുപോകാൻ വിൽക്കത്തില്ല, ബുക്കും പേനയൊക്കെ. അവർ ഭയങ്കര വാചകമാണ്. ഈ ഭയങ്കര അവരുടെ ഒരു കഴിവ് ഈശ്വരൻ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ളവർ കൈ ഞാൻ രേഖ കണ്ടിട്ടുണ്ട്. അത് വലിയ ശാഖയാണ്. പക്ഷേ കുറച്ചുകൂടി ഈ ഇങ്ങനെ ഒരു അവസാനം ചെറിയ ശാഖയായിട്ട് കണ്ടിരിക്കുന്ന കുറച്ചുകൂടി ടീച്ചറ്, വക്കീല്, അങ്ങനെ അല്ലെ ജേർണലിസ്റ്റ്, അങ്ങനെയുള്ളവർക്കൊക്കെ പ്രയോജനമാണ്. അങ്ങനെ പത്രമേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, പിന്നെ ടീച്ചർമാരുണ്ട്, മികച്ച ടീച്ചർമാർ. അതുപോലെ മാനേജർമാർക്കും നല്ലതാണ്. ബാങ്ക് മാനേജർമാർ, അവർക്ക് നല്ലതാണ്, നല്ല നയമായിരിക്കും. പക്ഷേ ഇവർ പല കാര്യങ്ങളും പുറകെ പോകരുത്. ഇവർക്ക് പല കാര്യങ്ങളും പഠിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പല കാര്യങ്ങളുടെ പുറകെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ജീവിതത്തിൽ അത് പ്രതിസന്ധി ഉണ്ടാകും. ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്താൽ ഇവർക്ക് വളരെ പെട്ടെന്ന് ജീവിത വിജയം ഉണ്ടാകും. പിന്നെ പണം എവിടെ ഡെപ്പോസിറ്റ് ചെയ്താലും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പണം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ശ്രദ്ധിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇനിയും ഇത് കണ്ടോ, ഇത് ആയുർരേഖ, ഇത് ബുദ്ധിരേഖ, ഇത് ഹൃദയരേഖ. ഈ ചൂണ്ടുവരലിന് താഴെ ഈ ആയുർരേഖയും ബുദ്ധിരേഖയും കൂടെ അല്പം അകലത്തിൽ കാണുക. ഇങ്ങനെയുള്ളവർ മികച്ച വക്കീലന്മാർക്ക് ഏറ്റവും നല്ലതാണ്. അതും മികച്ച സൂപ്പർവൈസർ, ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്, പിന്നെ ഫോഴ്സ്, പോലീസ്, ഇതിനൊക്കെ ഇവർക്ക് മേധാശക്തി കൂടുതലാണ്. മറ്റുള്ളവരെ കൊണ്ടൊരു കാര്യം പറഞ്ഞ് അനുസരിപ്പിക്കാനുള്ള കഴിവ് കൂടുതലാണ്. ഇവർ വളരെ ഇച്ഛാശക്തിയുള്ളതാണ്, വിൽ പവർ ഉള്ളവരാണ്. മറ്റുള്ളവർ മാറി നിൽക്കുന്ന, മറ്റുള്ളവർക്ക് പറ്റാത്ത പല കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യാൻ കഴിവുള്ളവരാണ്. ഇവർക്ക് വിശേഷ ബുദ്ധിയുള്ളവരാണ്. ഇവരൊരു കാര്യം ഒരാൾ പറഞ്ഞാലൊന്നും വിശ്വസിക്കത്തില്ല, അവർക്ക് ബോധ്യമായ മാത്രമേ വിശ്വസിക്കത്തുള്ളൂ. വിശ്വസിച്ചതാണ്. പിന്നെ ഇവരുടെ ഒരു ഗുണങ്ങൾ അത്തരം പറഞ്ഞു, ചില ദോഷങ്ങളുമുണ്ട്. ഇവർ ചില വ്യക്തികളെ മനസ്സിലാക്കാതെ തന്നെ അവരെ വിലയിരുത്തുക, അവർ കൊള്ളത്തില്ല, അല്ലെങ്കിൽ അവർ മോശമാണ്. അത് ചിലപ്പോൾ ഇവർക്ക് ദോഷം ചെയ്യും. ഒരു വ്യക്തി ആഴത്തിൽ പഠിക്കാതെ പലപ്പോഴും വിലയിരുത്താറുണ്ട്, അത് ഇവർക്ക് ദോഷം ചെയ്യും. പിന്നെ കുടുംബജീവിതത്തിൽ ഇവർ ചില പിടിവാശികൾ കാണിക്കാറുണ്ട്, അത് ചിലപ്പോൾ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. അപ്പം കുടുംബജീവിതത്തിൽ കോംപ്രമൈസ് ചെയ്ത് പോകാൻ ശ്രമിക്കണം, വളരെ നല്ലതാണ്. ഇവർ വളരെ പ്രതിഭാശാലികളാണ്, കഴിവുള്ളവരാണ്, ഒരു സംശയവും വേണ്ട. ഇപ്പോൾ ഒരു ഹോസ്റ്റലിൻ്റെ വാർഡൻ, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ സൂപ്പർവൈസർ, അല്ലെങ്കിൽ HR, മറ്റുള്ളവരെ നിയന്ത്രിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ പറ്റും. നല്ല മികച്ച വക്കീലന്മാർക്ക് ഇത് വളരെ നല്ലതാണ്. വിശിഷ്യുള്ള ബുദ്ധിയാണ്, അതായത് സ്പെഷ്യലായിട്ടുള്ള ഒരു ബുദ്ധിവായ്പ ഇവർക്കാണ്. പിന്നെ ടീച്ചിങ് പ്രൊഫഷനും നല്ലതാണ്. ഒരു എഞ്ചിനീയർ ആണെങ്കിൽ പോലും അവൻ മറ്റുള്ളവർ ചെയ്യുന്നതിനും വ്യത്യസ്തമായിട്ട് അവൻ്റെ ജോലി ചെയ്യും. അങ്ങനെ പ്രത്യേക ബുദ്ധിവായ്പ ഉള്ളവർക്കാണ് ഇങ്ങനെ രേഖ കണ്ടിരിക്കുന്നത്. കാരണം ഇത് ആയുർരേഖയെന്ന് മാറിക്കാണുന്നതുകൊണ്ട് ആയുർരേഖയും ബുദ്ധിരേഖയും ഇവിടെ ഒരു അകലമുണ്ട്. ഇവരുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ വിശേഷ ബുദ്ധിയാണ്. ഇവർക്ക് വേറിട്ട ബുദ്ധിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മറ്റുള്ളവർ ചിന്തിക്കുന്നതിന് വ്യത്യസ്തമായിട്ടാണ് ഇവർ ചിന്തിക്കുന്നത്. പക്ഷേ ഇവർ പലപ്പോഴും അതുകൊണ്ട് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവരുമാണ്. ഇത്തരം രേഖയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതാണ് എനിക്ക് പറയാനുള്ളത്. കുടുംബജീവിതത്തിൽ കോംപ്രമൈസ് ചെയ്ത് പോകണം, അല്ല അതിൻ്റെ കാരണം കുടുംബജീവിതത്തിൽ അല്ല മക്കളുമായിട്ടും ഇവർക്ക് പിടിവാശി ഉള്ളതുകൊണ്ട് ഇവർ ചിന്തിക്കുന്ന രീതിയിൽ മക്കൾ പെരുമാറണം. ഇവർ ചിന്തിക്കുന്ന രീതിയിൽ മക്കൾ അവിടെ ഇരിക്കണം, ഇവിടെ ഇരിക്കണം, മക്കൾ ഇത് പഠിക്കണം, ഇവർ പറയുന്ന പോലെ എല്ലാം ചെയ്യണം എന്ന് ചില വാശികളൊക്കെ ഇത്തരക്കാർക്ക് ചിലപ്പോൾ കാണാം. അതൊന്നും പാടില്ല. കാരണം നമ്മളതൊന്ന് കോംപ്രമൈസ് ചെയ്ത് പോകണം, എല്ലാം സ്നേഹത്തിലൊക്കെ മുന്നോട്ട് പോകണം. മക്കളോട് നോക്കിയാണെങ്കിലും കൂടുതൽ നിയന്ത്രിച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. മക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും എല്ലാം ഒരു സ്നേഹത്തിൽ ഒരു കോംപ്രമൈസായിട്ട് പോയാൽ നല്ലൊരു ജീവിതം ഇവർക്ക് ഉണ്ടാകും, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയുള്ളവരെല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞാൽ ഈ ഒരു സാധ്യതകൾ കൂടുതലാണ്, നമ്മൾ ശ്രദ്ധിച്ച് ഒഴിവാക്കാം. നല്ലതിന് വേണ്ടിയാണ് പറഞ്ഞത് കേട്ടോ. ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഒരു ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം സാമാന്യ ഫലങ്ങൾ തന്നെയാണ് ഈ മുഴുവൻ വീഡിയോ പറയുന്ന എല്ലാ കാര്യങ്ങളും. പക്ഷേ എങ്കിലും ഗുണമുണ്ടാകുന്ന കാര്യങ്ങളാണ്, ഗുണം മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇത് ശുക്രമണ്ഡലമാണ്. ഈ ശുക്രമണ്ഡലത്തിൽ നിന്ന് ഒരു രേഖ ഇങ്ങനെ വളഞ്ഞ് ആയുർരേഖയെ മുറിച്ച് ബുദ്ധിരേഖയെ മുറിച്ച് ഇങ്ങനെ പോലെ ചെറിയ വൃത്താകൃതിയിൽ അർദ്ധവൃത്താകൃതിയിൽ പോകുന്നു. ഇത് രാഹു മണ്ഡലമാണ്. ആ വ്യക്തിക്ക് സാമ്പത്തികപരമായ വളരെ തകർച്ചകളൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. പിന്നെ ഇനിയിപ്പോൾ ഈ 2 രേഖ ഒരാളുടെ കയ്യിൽ കാണണമെന്നില്ല, ഞാൻ കാണിച്ചതേ ഉള്ളൂ. ഇനി ഇച്ചിരി വലിയ രീതിയിൽ ഇങ്ങനെ ഈ ശുക്രമണ്ഡലത്തിൽ നിന്ന് ഒരു രേഖ ആയുർരേഖ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉത്സാഹം കുറയും, ഏതൊരു കാര്യവും തടസ്സം ഉണ്ടാകും. ബുദ്ധിരേഖ കട്ട് ചെയ്യുമ്പോൾ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും നമുക്ക് ഗുണകരമല്ലാതെ വരും. ഇവിടെ നേരെ ശനിമണ്ഡലത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ശനിയാണ് നമ്മുടെ ജീവിതത്തിൽ ബാലൻസ്, നമ്മുടെ പല ബാലൻസുകളും തെറ്റും. അപ്പം
നമ്മൾ ബിസിനസ് തകർച്ച, തൊഴിൽ തകർച്ച, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകാം, തൊഴിൽ പ്രശ്നങ്ങളുണ്ടാകാം. പിന്നെ ഇങ്ങനെ നമുക്ക് പല പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തന്നെ ആ സമയങ്ങളിൽ നമ്മൾ വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. മനസ്സ് പലപ്പോഴും ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ വാഹനം ഉപയോഗിക്കുമ്പോൾ വാഹനാപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. ശ്രദ്ധിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഭദ്രകാളിക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവസാനം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇതിനൊക്കെ പൊതുവായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അത് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ്. ഇനിയും പറയാൻ പോകുന്നത്, ഞാൻ ഏത് രേഖയാണെങ്കിലും വീതി കൂടി കണ്ടു കഴിഞ്ഞാൽ ദോഷം ചെയ്യും. ഇപ്പോൾ ഇത് ഹൃദയരേഖയാണ്. ഹൃദയരേഖ ഈ ശനിമണ്ഡലത്തിന് താഴെ വീതി കൂടി കാണുന്നു. അപ്പോൾ അതിന് മോശം കൂട്ടുകെട്ടുകൾ, ആവശ്യമില്ലാത്ത മോശം സാഹചര്യങ്ങളിൽ ചെന്ന് ചാടുക, അങ്ങനെയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർ എത്രയോ പേരെ കയ്യിൽ നോക്കിയിട്ടുണ്ട്. ആവശ്യമില്ലാതെ വഴക്കിന് പോവുക, കേസിൽ പെടുക. ജീവിതം എത്രയോ വർഷങ്ങളോളം കേസും ബഹളമായിട്ട് നടക്കുന്ന ആളുകളുണ്ടെന്നറിയോ. അപ്പോൾ അത് ഈ ശനിമണ്ഡലത്തിന് താഴെ ഹൃദയരേഖ വീതി കൂടി കണ്ടു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നതന്നെന്ന് അവർക്ക് അറിയത്തില്ല. അവരുടെ ജീവിതത്തിലൊരു ബാലൻസ് കാണത്തില്ല. കൂട്ടുകാരെ പുറകെ എന്തിനാന്ന് അറിയത്തില്ല. കൂട്ടുകാർ പോയി എവിടെയെങ്കിലും വഴക്കുണ്ടാക്കും, അതിൻ്റെ പുറകെ ഇവരും പോകും. എന്തിനാന്നൊരു ലക്ഷ്യബോധം കാണത്തില്ല. അതിന് ഏറ്റവും നല്ലത് ഭദ്രകാളിക്ക് പൗർണമി ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി അമ്മയ്ക്ക് ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും അഷ്ടോത്തരാർച്ചനയും ചുവന്ന പൂക്കളും വെള്ളപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുക പൗർണമി ദിവസങ്ങളിൽ. ഇത് ആവർത്തിക്കും നല്ലതാണ്. ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടാകാനും ഉയർച്ചകൾ ഉണ്ടാകാനും അത് ഉപകരിക്കും എന്നുള്ളതാണ്. ഇതിപ്പം വിധിരേഖ അല്ലെങ്കിൽ ഭാഗ്യരേഖയാണ്. ഈ രേഖയിൽ കുറുകെ രേഖകൾ കണ്ടു കഴിഞ്ഞാൽ ഭാഗ്യ തടസ്സം, അതുപോലെ തൊഴിൽ മാറ്റം, തൊഴിൽ ചേഞ്ച്, ഇതെല്ലാം തൊഴിൽ നഷ്ടപ്പെടൽ, തൊഴിലില്ലാതിരിക്കൽ, കുറച്ച് സമയങ്ങളിൽ തൊഴിൽ നഷ്ടപ്പെട്ടില്ലാതെ വരിക, ഇങ്ങനെ ഭാഗ്യ തടസ്സങ്ങൾ ഉണ്ടാക്കാം. ഇത് വെച്ച് ഇത്രയും കുറുകെ രേഖ ഒരാളുടെ കയ്യിൽ കാണണമെന്നില്ല. ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്നിലധികം രേഖ വരച്ചെന്നേ ഉള്ളൂ. ചില രേഖ ഒരു കുറുകെ ഒരു രേഖ കാണത്തുള്ളൂ. അപ്പോൾ ആ ഒരു വയസ്സ് ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഇവിടെ ആണെങ്കിൽ 28, 29, 30 വയസ്സുകൾ, ഇവിടെ ആണെങ്കിൽ 35, 37 വയസ്സുകൾ ശ്രദ്ധിക്കണം. ഇവിടെ ആണെങ്കിൽ ഒരു 47 മേലും 52 വയസ്സ് ശ്രദ്ധിക്കണം. അങ്ങനെ വയസ്സുകളിലായിരിക്കും പ്രതികൂലത ഉണ്ടാകുന്നത്. പക്ഷെ ഇങ്ങനെ രേഖ കണ്ടിരിക്കുന്നവർക്ക് പലർക്കും ഞാൻ വേറൊരു കാര്യം കൂടി കണ്ടിട്ടുണ്ട്. കുടുംബജീവിതത്തിൽ ചിലപ്പം ഒരു ഡൈവോഴ്സോ അതുപോലുള്ള കാര്യങ്ങളോ നിർബന്ധമില്ല, അങ്ങനെയുള്ള ചില സാധ്യതകളിലേക്ക് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മളത് വിചാരിച്ച് ഒഴിവാക്കാൻ പറ്റും. ഒന്ന് നമ്മൾ കോംപ്രമൈസ് ചെയ്ത് പോവുക. ഒരു ജീവിതം എന്നുള്ളത് ഒരിക്കലും നശിപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ പാടാണ്. അത് മനസ്സിലാക്കി പരസ്പരം അംഗീകരിച്ച് കോംപ്രമൈസ് ചെയ്ത് പോവുക. ഇപ്പോൾ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങളുണ്ടായാൽ പോലും ഒരു വട്ടമേശയ്ക്ക് ചുറ്റും വരുന്നവർ പറഞ്ഞു തീർക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഭാര്യയും ഭർത്താവായിട്ട് അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ മക്കളുമായിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിങ്ങളൊരു മേശയ്ക്ക് ചുറ്റും വരുന്ന പറഞ്ഞു തീർക്കുക. മൂന്നാമതൊരു വ്യക്തി അതിലേക്ക് ഉൾപ്പെടുത്തരുത്. ഈ മൂന്നാമതൊരു വ്യക്തിയെ ഉൾപ്പെടുത്തുന്നതാണ് എല്ലാ കുടുംബ പ്രശ്നത്തിനും കാര്യം. അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഈശ്വരാധീനത്തിന് വേണ്ടി വെള്ളിയാഴ്ച ശിവന് ഐക്യമത്യാർച്ചന, ജലധാര, ഇതൊക്കെ ഭാര്യയുടെ ഭർത്താവിൻ്റെ പേരിൽ ചെയ്യുക. പിന്നെ ആരൊക്കെയാണോ ഐക്യമാകേണ്ടത് അവരുടെ എല്ലാം പേരിൽ മലയാള മാസത്തിൽ ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച, ഇംഗ്ലീഷോ മലയാളമോ മാസത്തിൽ ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച നിങ്ങൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ 100 രൂപയുടെ ഗുരുതി നിവേദ്യം ചെയ്യുക. ഒരു കുഴപ്പമില്ല, സാധിക്കുന്നവർ ആവർത്തിക്കുക കേട്ടോ. ഇത്രയുള്ള കാര്യം, വേറെ കാര്യമൊന്നുമില്ല. ഇത് ഹൃദയരേഖയാണ്. ഹൃദയരേഖയിൽ ഈ ചൂണ്ടുവിരലിന് താഴെയോ നടുവിരലിന് താഴെയോ അല്ലെങ്കിൽ ഈ 2 ചൂണ്ടുവിരലിനും നടുവിരലിനും ഇടയിലുള്ള ഭാഗത്തോ ഇങ്ങനെ ഒരു രേഖ കുറുകെ കാണുക. ഈ ഹൃദയരേഖയിൽ തൊഴിൽ സ്തംഭനം, സാമ്പത്തിക സ്തംഭനം ഒക്കെ തന്നെയാണ്. ആ ഒരു സമയത്ത് അങ്ങനെ രേഖ വ്യക്തമായിട്ട് കാണുന്ന സമയത്ത് ഒരു ബിസിനസ് തുടങ്ങി അങ്ങനെ ഇരിക്കും, പൈസ നഷ്ടപ്പെടും. ഞാൻ പണ്ടൊരു വ്യക്തിയോട് ഇങ്ങനെ നോക്കിയിട്ട് ആ ഗ്രഹനിലയും കൈരേഖയും രണ്ടും നോക്കിയിട്ടാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, പുള്ളി എന്നോട് ബിസിനസ് തുടങ്ങുന്ന കാര്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പം വേണ്ടെന്ന് പറഞ്ഞു. അപ്പം പുള്ളി ഒരു പാർട്ണർഷിപ്പ് ഉണ്ട്, ഒരു കൂട്ടുകാരനോട് ചേർന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, പിന്നീട് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു കൂട്ടുകാരൻ വേറെ എങ്ങോട്ട് നോക്കിച്ചു. അപ്പം കൂട്ടുകാരൻ പറഞ്ഞു, നോക്കിച്ചിട്ട് കൂട്ടുകാരൻ പറഞ്ഞ് നല്ല സമയമാണ് തുടങ്ങാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തു. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു, സത്യസന്ധമായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വിളിക്കുക. അവർ ബിസിനസ് തുടങ്ങി. ബിസിനസ് ഒരു 1.5 വർഷം പോയി, 2.5, 3 ലക്ഷം രൂപ നഷ്ടത്തിലത് നിർത്തി. പുള്ളിയുടെ നിന്ന് കുറേ കാശ് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് കേട്ടിരുന്നെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപ അയാളുടെ ലാഭിക്കാമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു വാക്കിൻ്റെ വില 1.5 ലക്ഷം രൂപ ഉണ്ടാകും. ഇതുപോലാണ് ഞാൻ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഈ കടം കയറി വീട് സ്ഥലമൊക്കെ വിൽക്കുന്നവരുണ്ട്. അപ്പോൾ ഈ പറയുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കി ചില വഴിപാടുകൾ ചെയ്ത് അവർ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോയാൽ ഒരു വീടും സ്ഥലം വിൽക്കേണ്ട കാര്യം വരുത്തുമില്ല, ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകത്തില്ല, കുടുംബം നഷ്ടപ്പെടത്തില്ല. അതിനുവേണ്ടി ഇത്രയും വിശദമായിട്ട് പറയുന്നത്. അതുകൊണ്ട് ഈ മുഴുവൻ കാണേണ്ടതിൽ കാര്യമുണ്ടെന്ന് ഞാൻ പറയുന്നത്. മുഴുവൻ കാണണം, അതിൽ കാര്യമുണ്ട്. അത് നിങ്ങളുടെ ജീവിതം തന്നെയാണ് തിരിച്ചു പിടിക്കുന്നത്. ഇത് വേറെ ആരും പറഞ്ഞു തരത്തില്ല. ഇത് എത്രയോ 10,000 കണക്കിന് രേഖകൾ പരിശോധിച്ച അനുഭവത്തിൽ നിന്നാണ് ഇത്രയും. ഇപ്പോൾ കുറച്ചേ ഉള്ളൂ ഈ 19 രേഖകൾ ഞാൻ വരച്ച് കാണിച്ചിരിക്കുന്നത്. അതൊരു നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടാണ്. അതുകൊണ്ടാണ് മുഴുവൻ കാണണമെന്ന് പറഞ്ഞത്. അതിൻ്റെ അത് കാര്യമുണ്ട് കേട്ടോ.
ജീവിതം തന്നെ തിരിച്ചു പിടിക്കുന്ന കാര്യങ്ങളാണ്. ഇത് വിധിരേഖയാണ്. ശനിമണ്ഡലത്തിന് താഴെ ഒരു നേർരേഖ എത്തുന്നു. അതുകൊണ്ട് അതിനെ വിധിരേഖ എന്ന് പറയും. ഈ വിധിരേഖ എന്ന് ഒരു ശാഖ സൂര്യമണ്ഡലത്തിലേക്ക് പോയാൽ സാമ്പത്തികം, ഐശ്വര്യം, ഉയർച്ച, ധനം ഉണ്ടാകും. പിന്നെ ഒരു ശാഖ വ്യാഴമണ്ഡലത്തിലേക്ക് പോയാൽ അധികാരം, കീർത്തി, രാഷ്ട്രീയക്കാർക്കൊക്കെ നല്ലതാണ്, എല്ലാം ഉണ്ടാകും. ഇത് ചിലരുടെ കയ്യിൽ ഇങ്ങനെ ഈ തൃശൂലം പോലെ കാണാറുണ്ട്. അവർ വളരെ മില്യണേഴ്സും വളരെ റിച്ചായതും വളരെ വലിയ ബിസിനസ്സുകാരുമായിരിക്കും. അപ്പം വേറൊരു കാര്യമുണ്ട്, ഈ രേഖയിൽ കുറുകെ രേഖകൾ കട്ട് ചെയ്യുകയോ രേഖ മങ്ങിക്കാണുകയോ വിട്ട് കാണുകയോ ഒക്കെ ചെയ്താൽ ആ ബലം കിട്ടണമെന്നില്ല. പിന്നെ നമ്മൾ പരിശ്രമിക്കുകയും കൂടെ വേണം. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആ ഭാഗ്യത്തെ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ചില ആളുകൾ ചെയ്യുന്നതെന്നറിയാം, അന്നദാനങ്ങൾ ചെയ്യും. അങ്ങനെയുള്ള ദാനങ്ങളിലൂടെയും വഴിപാടുകളിലൂടെ മാത്രമല്ല, സൽപ്രവർത്തികളിലൂടെയും പുണ്യം അല്ലെ ഭാഗ്യം വർദ്ധിപ്പിക്കുക. മനസ്സിലായില്ലേ? ഇപ്പം ചില ബിസിനസ്സുകാർ അവർ ചിലപ്പോൾ ചാരിറ്റി ആയിരിക്കും ചെയ്യുക. അതും പുണ്യം വർദ്ധിക്കുന്ന കാര്യമാണ്, ഭാഗ്യം വർദ്ധിക്കുന്ന കാര്യമാണ്. വഴിപാട് മാത്രമല്ല, പിന്നെ സാധാരണക്കാർക്ക് നമുക്ക് വഴിപാടുകൾ ചെയ്താലും ഭാഗ്യം വർദ്ധിക്കും. അത്തരം വഴിപാടുകൾ അവസാനം പറയുന്നുണ്ട്. ഇനിയും ഇത് വിധിരേഖ ശനിമണ്ഡലത്തിന് താഴെ എത്തുന്നു. ഇത് വിധിരേഖയും ഭാഗ്യരേഖയും ഒന്ന് തന്നെയാണ്. ഇത് ശരിക്കും വളരെ ജീവിതത്തിൽ വലിയ ഉയർച്ച നൽകുന്നതാണ്. ചിലരുടെ കയ്യിൽ ചിലപ്പോൾ ഈ രേഖയും കൂടെ കാണും, ചിലരുടെ കയ്യിൽ 2 രേഖ കാണും, ചിലരുടെ കയ്യിൽ ചിലപ്പോൾ ഇത് ഏതെങ്കിലും ഒരു രേഖയെ കാണത്തുള്ളൂ. ഇത് സൂര്യരേഖ ഈ മോതിരവിരലിന് താഴെ എത്തുന്നു. അപ്പോൾ ചിലർ സൂര്യരേഖ കണ്ട വിധിരേഖ എന്ന് പറയാറുണ്ട്, വിധിരേഖ കണ്ട സൂര്യരേഖ എന്ന് പറയാറുണ്ട്. അത് തെറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് 2 രേഖ. ഈ സൂര്യരേഖ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തം അധ്വാനത്തിലൂടെ വളരെ സമ്പത്തുണ്ടാകാനുള്ള യോഗമാണ്. വിധിരേഖയാണെന്നുണ്ടെങ്കിൽ അവർ ഭാഗ്യരേഖ എന്നും കൂടെ പറയും. ഭാഗ്യത്തിലൂടെയും പിന്നെ അവരുടെ ഏതൊരു കാര്യത്തിനോടും കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്നതുകൊണ്ടും വളരെ റിച്ച് ആകാനുള്ളൊരു യോഗം തന്നെയാണ്. മാത്രമല്ല ഈ വിധിരേഖ ഉള്ളവർക്ക് ജീവിത അന്ത്യത്തിൽ അവരെ മക്കളൊക്കെ നല്ലതായിട്ട് നോക്കും, അവരെ സംരക്ഷിക്കും. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. സൂര്യരേഖ ഉള്ളവർക്ക് ചിലപ്പോൾ അത് ഉണ്ടാകാം, ചിലപ്പോൾ ഉണ്ടാകാതിരിക്കാം, പക്ഷേ വളരെ സമ്പത്തുണ്ടാകും. വിധിരേഖയുള്ളവർക്ക് അവരെ ജീവിത അവസാനത്തെ മക്കളൊക്കെ സംരക്ഷിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം സൂര്യരേഖ ഉള്ളവരെയും സംരക്ഷിക്കുന്നവരുണ്ടായിരിക്കും, ഇല്ലെന്നല്ല പറഞ്ഞത്. പക്ഷേ കൂടുതലും കണ്ടിരിക്കുന്ന അനുഭവങ്ങളെ അടിസ്ഥാനത്തിൽ ചില സാധ്യതകൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അല്ലാതെ അങ്ങനെ ഒരു കൂടുതൽ ആവർത്തിക്കുന്ന ഞാൻ കണ്ട ചില സാധ്യതകൾ പറഞ്ഞതേ ഉള്ളൂ. ചിലപ്പോൾ സൂര്യരേഖ ഉള്ളവരെയും സംരക്ഷിക്കുന്നുണ്ടായിരിക്കും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ എങ്കിലും കൂടുതലായിട്ട് വിധിരേഖ ഉള്ളവരെ കുടുംബത്തിലെ അംഗങ്ങളും മക്കളൊക്കെ നന്നായിട്ട് നോക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് വാർദ്ധക്യകാലത്ത്. അതൊരു ഭാഗ്യമാണ്. ഇത് ഹൃദയരേഖ, ഇത് ബുദ്ധിരേഖ. ഈ 2 രേഖകൾക്കിടയിൽ നടുവിരലിന് താഴെയോ ചൂണ്ടുവിരലിന് താഴെയോ അല്ലെങ്കിൽ 2 വിരലുകൾക്കിടയിലും താഴെയുള്ള ഭാഗത്ത് ഇങ്ങനെ വിട്ട് രേഖ കാണുക. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് കാര്യം? ഇത്തരക്കാർക്ക് നമ്മളിപ്പോൾ അയൽപക്കത്ത് പോകുന്നു, സുഹൃത്തുക്കളുടെ വീട്ടിൽ പോകുന്നു. അപ്പോൾ അവിടെ ഇപ്പം നിങ്ങളുടെ ഉയർച്ചയിൽ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഒക്കെ ആണ്. അവർ പുറമേ സന്തോഷം കാണിച്ചുകൊണ്ട് അകമേ വെറുപ്പോട് കൂടി ഭക്ഷണമോ വെള്ളമോ തന്നാൽ അത് കുടിക്കാതിരിക്കുക, അല്ലെങ്കിൽ ആഹാരം കഴിക്കാതിരിക്കുക. പക്ഷെ അങ്ങനെയുള്ളവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്നറിയോ? കഴിവതും വെളിയിൽ നിന്ന്, സുഹൃത്തുക്കളായിക്കോട്ടെ അല്ലെ അയൽപ്പക്കക്കാരായിക്കോട്ടെ അല്ലെ ആരും ആയിക്കോട്ടെ, വെളിയിൽ നിന്ന് അങ്ങനെ പോയി ആഹാരം കഴിക്കാതിരിക്കുക. അങ്ങനെ നമ്മളൊരു 6 മാസം അല്ലെങ്കിൽ 3 മാസം ഈ രേഖയുള്ളവർ ശ്രദ്ധിച്ചാൽ തന്നെ ഞാൻ പറഞ്ഞ് ജീവിതത്തിൽ രക്ഷപ്പെട്ടവരുണ്ട്. എന്ന് വെച്ചാൽ അവരാരും മോശക്കാരാണെന്നോ ആരെയും സംശയത്തോട് കാണരുത്. നമുക്കറിയത്തില്ല ആരാ നമ്മളോട് മനസ്സുകൊണ്ട് ഇഷ്ടമല്ലാത്തത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമ്മൾ ഊഹിച്ചെടുക്കുകയും ചെയ്തത്. കാരണം നമ്മളൊരാളെ ഊഹിച്ചെടുത്ത് ആ വ്യക്തി നമ്മളോട് അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ മഹാഭാവമാകും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ നമ്മൾ ആരെയും ഊഹിക്കരുത്. ആരോടും പിണങ്ങുകയും വേണ്ട, ആരോടും വെറുപ്പും കാണിക്കരുത്, ആരെയും ഒഴിവാക്കുകയും വേണ്ട. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ അങ്ങനെയുള്ളിടത്തും ഭക്ഷണം വെള്ളമൊക്കെ ഒഴിവാക്കുക. ഇനിയിപ്പോൾ അഥവാ ഇപ്പം നമ്മൾ അങ്ങനെയുള്ള വീടുകളിലൊക്കെ പോവുകയാണെങ്കിലും വല്ലപ്പോഴും ഭക്ഷണമോ വെള്ളം കഴിക്കേണ്ടി വന്നാലും കുഴപ്പമില്ല, കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. ഒരു 6 മാസം തന്നെ ശ്രദ്ധിച്ചാൽ പിന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും. അപ്പം ഇതിനകത്ത് വേറൊന്നുമല്ല. ഇപ്പം നമ്മളോട് ഒരാൾക്ക് വിരോധം ഉണ്ടെങ്കിൽ അയാളുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്താഗതി, അയാൾ വെളിയിൽ ചിരിച്ച് സന്തോഷത്തോടെ അകത്ത് വെറുപ്പോടു കൂടി ഭക്ഷണമോ വെള്ളം തന്നാൽ അതിലും ആ നെഗറ്റീവ് ചിന്താഗതി ബാധിക്കുക. അല്ലാതെ ആ ഭക്ഷണത്തിനകത്തോ വെള്ളത്തിനകത്തോ ഒന്ന് ഇടുമെന്നോ ഒന്നും അല്ല പറയുന്നത്. ആ മനസ്സിന് നെഗറ്റീവ് ചിന്താഗതി നമ്മളെ ബാധിക്കുക. അതുകൊണ്ട് നമ്മൾ അവരോട് പണങ്ങണമെന്നോ അവരെ ഒഴിവാക്കണമെന്നോ നമ്മൾ അവർക്ക് ദോഷം ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട. നമ്മൾ അവരോട് സ്നേഹത്തോടെ തന്നെ ഇരിക്കുക. പക്ഷെ നമ്മൾ ഭക്ഷണവും വെള്ളം ഇങ്ങനെ തരുന്ന കഴിവത് ഒഴിവാക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ജീവിതത്തിൽ ഉയർച്ച നൽകും. ഇങ്ങനെയുള്ള എത്രയോ രേഖകൾ ഞാൻ കണ്ടിരിക്കുന്നു. എത്രയോ ആളുകൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായിരിക്കുന്നു. സ്വന്തമായിട്ട് തൊഴിൽ ചെയ്ത് രക്ഷപ്പെട്ടിരിക്കുന്നു. വിവിധ വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടായിരിക്കുന്നു.
വളരെ സമ്പന്നരായിരിക്കുന്നു. ഇനിയും പറയാൻ പോകുന്നത് ഇത് കിരണരേഖ എന്ന് പറയും. ഇത് ശുക്രമണ്ഡലം. ഈ ശുക്രമണ്ഡലത്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ രേഖയാണ് കിരണരേഖ. ഈ രേഖ ഇങ്ങനെ ആയുർരേഖ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഉത്സാഹം കുറയും, നമുക്ക് അലസത, കാര്യതടസ്സമൊക്കെ ഉണ്ടാവും. നേരെ ബുദ്ധിരേഖ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ പലതും നമുക്ക് തന്നെ ദോഷമായിട്ട് വരും. ഭാഗ്യരേഖയെ കൂടെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഭാഗ്യവും നഷ്ടപ്പെടും. ഇങ്ങനെ ഒരു രേഖ, കിരണരേഖ, ഞാൻ ഒന്നിലധികം രേഖ കാണിച്ചതേ ഉള്ളൂ. ഇത് ഒരു 35 വയസ്സ്, ഒരു 49 വയസ്സ്, പിന്നെ ഒരു 52 വയസ്സ് അല്ലെങ്കിൽ 54 വയസ്സ്, അങ്ങനെ ഓരോരോ വയസ്സുകളിലാണ് കാണിച്ചിരിക്കുന്നത്. ഒരു ഏകദേശം. അപ്പം ആ വയസ്സുകളിൽ ഏതൊരു കാര്യങ്ങൾ ചെയ്താലും ആ കാര്യങ്ങളൊക്കെ തടസ്സമുണ്ടാകും. ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു, അത് ചിലപ്പോൾ പ്രതിസന്ധി ഉണ്ടാകാം. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് ആ സമയങ്ങൾ ഒഴിവാക്കുക. അല്ലെങ്കിൽ ഈ രേഖകൾ മങ്ങിക്കണ്ടാൽ വലിയ ദോഷം ചെയ്യത്തില്ല. വ്യക്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ പല തടസ്സങ്ങളും ഉണ്ടാകാം. അപ്പം അതിനൊക്കെ ഭദ്രകാളിക്ക് ചെയ്യേണ്ട കാര്യം അവസാനം പറഞ്ഞുതരാം. ഇപ്പോൾ ഒരാളുടെ ബുദ്ധിരേഖ ഇങ്ങനെ നീളത്തിൽ കാണുക, അങ്ങനെയുള്ളവർക്ക് ലോജിക്ക്, അരിത്തമാറ്റിക്, മാത്തമാറ്റിക്സ്, കാൽക്കുലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്. ഇവർ കൂടുതലും ഭാവനയെക്കാട്ടിലും കൂടുതൽ ഈ കാൽക്കുലേഷനാണ്, അക്കങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇവരെല്ലാം കണക്കൂട്ടി ചെയ്യുന്നവരായിരിക്കും. സങ്കല്പമല്ല, കൂടുതലും പ്രാക്ടിക്കലായിരിക്കും. എഞ്ചിനീയറിങ്, ജോബ്സ്, അതുപോലെയുള്ള കാര്യങ്ങൾ ഒക്കെ ഇവർക്ക് വളരെ ഗുണകരമായിരിക്കും. പ്രായോഗിക ബുദ്ധി കൂടുതലായിരിക്കും. ഭാവനയെക്കാട്ടിൽ ഉപരിയായിട്ട് ഇവർ പിന്നെ ബാങ്കിലൊക്കെ ജോലി, എഞ്ചിനീയർമാർ, ഇങ്ങനെ കണക്ക് കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് ഇത്തരം മേഖലകൾ നല്ലതായിരിക്കും. പ്രായോഗിക ബുദ്ധി കൂടുതലായിരിക്കും. മിക്കവാറും ബിടെക്കുകാർക്കൊക്കെ ഇങ്ങനെ നേരെ രേഖയുള്ള വളരെ നല്ലതാണ്. ഒരു വിശേഷമായ ഒരു കഴിവാണ്. ആ കഴിവുകൊണ്ട് നല്ല രീതിയിൽ അവർക്ക് അത് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നുള്ളതാണ്. ഈ രേഖയുള്ളവരെല്ലാം ബിടെക്കുകാരാണെന്നോ, ബിടെക്കുകാർക്ക് എല്ലാവർക്കും ഈ രേഖ ഉണ്ടെന്നോ അല്ല അർത്ഥം. ഈ രേഖയുള്ളവർക്ക് ഈ കഴിവ് പ്രയോജനപ്പെടുത്തി അവരുടെ ജീവിതത്തിൽ കൂടുതൽ വലിയ വിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കാൻ പറ്റും. ഈ കഴിവ് അവരുടെ ജീവിതത്തിൽ വലിയ ഗുണം ചെയ്യുമെന്നുള്ളതാണ് പറഞ്ഞത്. ഇങ്ങനെ രേഖ ഉള്ളവർക്ക്, ആ എഞ്ചിനീയറിംഗിൽ ഉള്ളവർക്ക് ഈ രേഖ വളരെ ഗുണം ചെയ്യും എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ബാങ്കിങ് സർവീസിനാണെങ്കിലും നല്ലതാണ്. ഇതിന് കണക്ക് കൂടുതലാണ്. പക്ഷേ കൂടുതൽ എഞ്ചിനീയർമാർക്കാണ് ഞാനിത് നല്ലതായിട്ട് കണ്ടിരിക്കുന്നത്. പിന്നെ ഇത് വിധിരേഖ അല്ല ഭാഗ്യരേഖ. ഇത് ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് പുറപ്പെടുന്നത് ശനിമണ്ഡലത്തിലെത്തുന്നു. ഈ രേഖ വൃത്തം വന്നു കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടം, ഇപ്പോൾ ഇത് ഇവിടെ ആരംഭിക്കുന്നു, ഇവിടെ അവസാനിക്കുന്നു. ഇപ്പോൾ 27 മുതൽ ഒരു 40-നടുത്തുള്ള അല്ലെങ്കിൽ ഒരു 38-നടുത്തുള്ള ഒരു കാലഘട്ടം ഭാഗ്യപരമായ തടസ്സങ്ങൾ കൂടുതലായിട്ടുണ്ടാകും. കുടുംബകലഹങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, തൊഴിൽ തടസ്സങ്ങൾ, തൊഴിൽ ചിലപ്പോൾ കുറച്ച് നാൾ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ തൊഴിലിൽ നിന്ന് മാറ്റം ഉണ്ടാകുക, തൊഴിൽപരമായ പ്രതിസന്ധികൾ ഇതൊക്കെ ഉണ്ടാകാം. സാമ്പത്തികമായ തടസ്സങ്ങൾ ഉണ്ടാകാം, സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇനിയും പറയാൻ പോകുന്നത് ശിവഭഗവാന്റെ അനുഗ്രഹം ഉള്ളവരുടെ കയ്യിൽ കാണുന്ന ഒരു സൂചനയാണ്. ഇത് ഈ നടുവിരലിന് താഴെ ശൂലചിഹ്നം വന്നാൽ, ശൂലം നടുവിരലിന് താഴെ വന്നു കഴിഞ്ഞാൽ അവർ ശിവഭഗവാന്റെ പ്രത്യേക അനുഗ്രഹമുള്ളവരാണ്. അത് ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞിരുന്നു, അവസാനം പറയാമെന്ന്. പിന്നെ ഇങ്ങനൊരു ചിഹ്നം ചന്ദ്രമണ്ഡലത്തിൽ വന്നാൽ ഇവർ ഏത് ദൈവത്തെ വിളിച്ചാലും ഇങ്ങനൊരു ചിഹ്നം, ശൂലമല്ല, പക്ഷേ ഒരു പ്രത്യേക ചിഹ്നമാണിത്. അതായത് വ്യാഴത്തിൻ്റെ ഒരു ദൈവാധീനത്തിൻ്റെ ചിഹ്നമാണ്. ദൈവാധീനം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ശൂലം നടുവിരലിന് താഴെ വന്നാൽ ശിവഭഗവാന്റെ പ്രത്യേക അനുഗ്രഹമുള്ളവരായിരിക്കും ആ വ്യക്തികൾ. ഇനിയും ഈ ചൂണ്ടുവിരലിന് താഴെ ചതുരചിഹ്നം വന്നാൽ അവർ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹമുള്ളവരായിരിക്കും, ദൈവാധീനം കൂടുതലുള്ളവരായിരിക്കും. ചൂണ്ടുവിരലിന് താഴെയുള്ള ഭാഗം വ്യാഴത്തെയാണ് ചിന്തിക്കുന്നത്, ഭഗവാൻ വിഷ്ണുവിനെ, കൃഷ്ണനെയാണ് ചിന്തിക്കുന്നത്. അവർക്ക് ദൈവാധീനം ഉണ്ടായിരിക്കും. മഹാവിഷ്ണുവിൻ്റെ അല്ലെ കൃഷ്ണൻ്റെ അനുഗ്രഹം ഉള്ളവർ തന്നെ ആയിരിക്കും. ഇനിയും ശുക്രമണ്ഡലത്തിൽ ഇങ്ങനെ രേഖ, കുറുക രേഖ നല്ല വൃത്തിയായിട്ട് കാണുക. ഈ രേഖ ഇങ്ങനെ കുറുകെ കാണുക. ഇവർ ഭദ്രകാളിയുടെ അല്ലെ ദേവിയുടെ അനുഗ്രഹം, മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നല്ല രീതിയിലുള്ളവരായിരിക്കും. അപ്പോൾ അവർക്ക് ആ ദേവതയെ കൂടുതലായിട്ട് വിളിച്ചാൽ ജീവിതത്തിൽ നല്ല നേട്ടം ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയോജനപ്പെടുന്ന കാര്യമാണ് ഈ പറഞ്ഞു തരുന്നത്. ഇനിയും ഈ ചൂണ്ടുവിരലിന് താഴെ ഇങ്ങനെ ഒരു രേഖ, നേർരേഖ വരിക. ഇവരും കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ അനുഗ്രഹം കൂടുതലുള്ളവരായിരിക്കും. ഇനി അതല്ല, ബുധമണ്ഡലത്തിന് താഴെ ഇങ്ങനെ ഒരു നേർരേഖ വരുന്നവരും കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ അനുഗ്രഹം നന്നായിട്ടുള്ളവരാണ്. ഈ രണ്ട് രേഖയെക്കുറിച്ചും ഞാൻ രേഖകളെക്കുറിച്ച് ആദ്യം പ്രതിപാദിച്ചപ്പോൾ ഇതിൻ്റെ മറ്റൊരു രഹസ്യം അവസാനം പറഞ്ഞുതരാമെന്ന് പറഞ്ഞിരുന്നു. അതിതാണ്. ഇനിയും ഇങ്ങനെ ഒരു രേഖ തടസ്സമൊന്നുമില്ലാതെ ഈ ശനിമണ്ഡലത്തിൽ എത്തുകയാണെങ്കിൽ അത്തരക്കാർ ശിവൻ്റെ, അയ്യപ്പൻ്റെ ഒക്കെ അനുഗ്രഹമുള്ളവർ തന്നെയാണ്. അവർക്ക് ജോലി സംബന്ധമായിട്ടൊരു
സ്ഥിരത ഒക്കെ ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ്. പിന്നെ അവരോട് പ്രയത്നിക്കണം, ഭാഗ്യത്തിനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഇനി പരിഹാരത്തിലേക്ക് വരാം. ഈ ചെറുവിരലുണ്ടല്ലോ, ഈ ചെറുവിരൽ ഇത് കണ്ടോ, മോതിരവിരൽ. ഈ മോതിരവിരലിലെ ഈ രേഖ ഉണ്ടല്ലോ, ഈ രേഖയ്ക്ക് മുകളിലായിട്ട് ഈ ചെറുവിരൽ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ ചെറുവിരൽ എന്ന് പറഞ്ഞാൽ ഈ രേഖയ്ക്ക് താഴെയായിട്ടാണ് കാണുന്നത്. ഈ രേഖയ്ക്ക് മുകളിലായിട്ട് ഈ ചെറുവിരൽ കണ്ടു കഴിഞ്ഞാൽ, ഇതുകൊണ്ട് ഇവിടം വരെ ഈ ചെറുവിരലിന് നീളം ഉണ്ടെങ്കിൽ, അല്ല ഇച്ചിരൂടെ മുകളിലോട്ട് ഇച്ചിരൂടെ നീളം ഉണ്ടെങ്കിൽ അത്തരക്കാർക്ക് ഏറ്റവും നല്ല മേഖലയാണ് ടീച്ചിങ്, രാഷ്ട്രീയം, അധ്യാപനം. വളരെ റിച്ചാകാനും പൂസ്തത്തുണ്ടാകാനും ഒക്കെ കഴിവുണ്ട്. അതുപോലെ വളരെ കമ്മ്യൂണിക്കേഷൻ, ജേർണലിസം, പിന്നെ അതുപോലെ TV ആങ്കറായിട്ടോ പത്രപ്രവർത്തനമായിട്ടോ അല്ലെ പത്രമേഖലയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെ വാർത്താ ചാനലുകളുമായി ബന്ധപ്പെട്ടോ ഒക്കെ വളരെ ധനം സമ്പാദിക്കാൻ കഴിവുള്ളവരാണ്. ഇനിയും ഈ പെരുവിരലിൻ്റെ ഈ വര കണ്ടോ, എൻ്റെ ഈ വരയ്ക്ക് താഴെ നിൽക്കുക. ഇപ്പോൾ എൻ്റെ ഈ വരയ്ക്ക് മേളിലാണ് നിൽക്കുന്നത്. ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ വരയ്ക്ക് താഴെ നിൽക്കുക. കണ്ടോ, ഞാനിപ്പോൾ ഇങ്ങനെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ വളച്ച് കാണിച്ചിരുന്നത്. ഇങ്ങനെ താഴെ നിൽക്കുക, എൻ്റെ ഇപ്പോൾ മേളിലാണ്. ഇങ്ങനെ ആ വരയ്ക്ക് താഴെ പെരുവിരൽ നിന്ന് കഴിഞ്ഞാൽ ബിസിനസ് ചെയ്താൽ വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ ബിസിനസ്സിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടായവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കൈരേഖ പരിശോധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ചെയ്തവർക്ക് ജീവിതത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇവർക്ക് തീരുമാനങ്ങൾ എടുക്കുമ്പോഴെപ്പോഴും അബദ്ധങ്ങൾ പറ്റാം, പ്രത്യേകിച്ച് സാമ്പത്തിക തീരുമാനങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് ഒന്നുകിൽ ആരുടെയെങ്കിലും അഡ്വൈസ് തേടുക, പിന്നെ അല്ലെങ്കിൽ ഭദ്രകാളിയെ, കുടുംബപരദേവതയെ കൂടുതലായിട്ട് വിളിക്കുക. എന്നിട്ട് വളരെ ആലോചിച്ച് അന്വേഷിച്ച് തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ അവർക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി ഭാഗ്യമുള്ളവർക്ക് ആ ഭാഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ട പരിഹാരങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. ഭാഗ്യമുള്ളവർക്ക് ആ ഭാഗ്യം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാനുള്ള പരിഹാരം. അതിന് ഏറ്റവും പ്രധാനം ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച കടുംപായസം, ചെമ്പരത്തിമാല, ചുമന്ന പുകളും വെള്ളപ്പുകൾ കൊണ്ട് ശ്രീകോവിലുള്ള അർച്ചന, കുളത്തിൽ മലര് കൊണ്ട് മീനൂട്ട്. ഇത് വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുക. മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച ഒരു ഗണപതി ഹോമം, വൈകിട്ട് ഭഗവതി സേവ. അത് 4 മാസത്തിലൊരിക്കൽ ചെയ്താൽ മതി. അതുപോലെ ഇപ്പം കൃഷ്ണന് വ്യാഴാഴ്ച അല്പം അവിൽ സമർപ്പിക്കുക, വ്യാഴാഴ്ച സമർപ്പിക്കുക. ഇനി അതല്ല, ബുധനാഴ്ച സമർപ്പിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു, അത് ഏറ്റവും നല്ലതാണ്. പക്ഷേ ഈ ഒരുപാട് പ്രശ്നങ്ങളുള്ളവർ കൃഷ്ണൻ ഒന്നുകിൽ അവൽ ശനിയാഴ്ച സമർപ്പിച്ച് നോക്കുക. വ്യാഴാഴ്ചക്കാട്ടിയും കുറച്ചുകൂടി ബെറ്ററാണ്. എന്നുവെച്ചാൽ ഭയങ്കര ദുരിതമുള്ളവർ ബുധനാഴ്ച സമർപ്പിക്കുന്നത് നല്ലതാണ്. അങ്ങനെ സമ്പത്തുണ്ടായവരുണ്ട്. പക്ഷേ ഭയങ്കര ദുരിതങ്ങൾ, ഞാൻ ചില രേഖയിൽ ഭാഗ്യതടസ്സങ്ങൾ പറഞ്ഞില്ലേ, അങ്ങനെയുള്ളവർ ശനിയാഴ്ച കൃഷ്ണന് അല്പം അവൽ സമർപ്പിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുക. നമ്മൾ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയി പാക്കറ്റ് അവലൊരു ട്യൂഷനിലെ വെച്ചാൽ മതി. പ്രസാദം വാങ്ങാതിരിക്കുകയോ ചെയ്യുക. പക്ഷേ ശനിയാഴ്ച ഭഗവാൻ അവൽ സമർപ്പിക്കുക, ഒരു ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി ചെയ്യുക, ഒരു പാൽപ്പായസം ചെയ്യുക. ഇത് മാസത്തിലെ ഏതെങ്കിലും ഒരു ശനിയാഴ്ച ചെയ്യുക. ആദ്യ ശനിയാഴ്ച ചെയ്യുക, മലയാള മാസം ആദ്യ ശനിയാഴ്ച മാസത്തിൽ 1 വീതം ആവർത്തിക്കുക. എല്ലാ ഭാഗ്യദോഷവും മാറിക്കും. ഈ കൃഷ്ണന് വ്യാഴാഴ്ച പ്രധാനമെങ്കിലും ശനിയാഴ്ച കൃഷ്ണൻ അല്ലെ വിഷ്ണുവിന് ചെയ്താൽ പെട്ടെന്ന് മാറ്റം വരും. അതൊരു രഹസ്യമാണ്. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഈ കിട്ടാക്കടങ്ങൾ കിട്ടാൻ, സാമ്പത്തികമായ തട്ടിപ്പുകളിൽ പോയി ചാടാതിരിക്കാൻ, അതുപോലെ ചാടിയെപ്പോലും അതിൽ നിന്ന് രക്ഷപ്പെടാനും ചെയ്യാവുന്ന ഒരു കാര്യം ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ ആ ഈശ്വരാധീനം പ്രാർത്ഥനയെ പോലെയൊക്കെ ഇരിക്കും. നാഗരാജാവിന് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. അത് നിങ്ങൾ ചെയ്യേണ്ടത് പ്രധാനമായിട്ടും ഈ ഒരു കാര്യത്തിന് മലയാള മാസം 1-ാം തീയതി അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ദേവനല്ല ദേവിക്ക് എണ്ണയമാല കൊടുത്തിട്ട് നാഗരാജാവിന് നടയിൽ വന്ന് അവിടെ പറ്റുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ പറ്റുന്നിടത്ത് ചെയ്യുക. ഒരു മൺചട്ടിക്കകത്ത് എള്ളെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഉപയോഗിക്കുക. ഒഴിച്ച് ഒരു തിരിയിട്ട് കത്തിച്ച് നാഗരാജാവിന് പടിക്കെട്ടിനകത്തേക്ക് വെക്കരുത്, നാഗരാജാവിന് പടിക്കെട്ടെ വെച്ച് പ്രാർത്ഥിക്കുക. കിട്ടാക്കടം കിട്ടാനും സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകാനും. ഇത് മലയാള മാസം 1-ാം തീയതി ചെയ്യണം. ആ ദേവനല്ല ദേവിക്ക് വഴിപാട് എണ്ണയമാല കൊടുത്തിട്ടേ ചെയ്യാവുള്ളൂ. അങ്ങനെ മാസത്തിൽ 1 വീതം ആവർത്തിക്കണം. അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും. പിന്നെ മലയാള മാസം 1-ാം തീയതി കൃഷ്ണക്ഷേത്രത്തിൽ പോയി പാൽപ്പായസവും അവിൽ നിവേദ്യവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ചെയ്താലും വളരെ ഐശ്വര്യങ്ങളുണ്ടാകും. ഒരു തുളസിമാലയും കൂടെ സമർപ്പിക്കുക. ഭഗവാനെ ഒരു തുളസിയിലയുടെയെങ്കിലും പുണ്യം എനിക്ക് എൻ്റെ കുടുംബത്തിന് തരണമെന്ന് പറഞ്ഞ് വലിയ ഐശ്വര്യങ്ങളുണ്ടാകുന്നതാണ്. വളരെ വലിയ അഭിവൃദ്ധികളുണ്ടാകും. ഇതൊക്കെയാണ് ഭാഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. ഇനിയും ഭാഗ്യതടസ്സമുണ്ട്, വലിയ ഭാഗ്യതടസ്സമാണ്, അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രതിസന്ധികളുണ്ട്, രേഖയിൽ ചില ചെറിയ ഒരു സാമ്പത്തിക നഷ്ടത്തിനുള്ള ചില യോഗങ്ങളുണ്ട്. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് കറുത്തവാവ് കഴിഞ്ഞിരുന്ന ഏകാദശി കൃഷ്ണന് അവൽ നിവേദ്യവും
നമ്മൾ അവൽ സമർപ്പിക്കണം. നമ്മൾ കൊണ്ടുപോയി അവൽ സമർപ്പിക്കണം. പാൽപ്പായസവും ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ജലി ഒരു തുളസിമാലയും കൊണ്ട് സമർപ്പിക്കുക. തുളസിമാല 3 വലത്ത് വെച്ചിട്ട് വെക്കണം. ഭഗവാൻ ഒരു തുളസിയിലെങ്കിലും പുണ്യം എനിക്ക് എൻ്റെ കുടുംബത്തിന് തരണമെന്ന് പറഞ്ഞു ഇത് മാസത്തിൽ 1 വീതം ആവർത്തിക്കുക. അതുപോലെ മലയാള മാസം 1-ാം തീയതി നിർബന്ധമായും കൃഷ്ണക്ഷേത്ര ദർശനം നടത്തുക. അത് ദൂരെയുള്ള ചൈതന്യം കൂടുതലുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോവുക. ഭഗവാൻ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ വഴിപാട് ചെയ്യുക. അല്പം ചില്ലറ പിടിപ്പണം സമർപ്പിക്കുക. ഭഗവാനോട് പ്രാർത്ഥിക്കുക. അത് മാസത്തിൽ 1 വീതം ആവർത്തിക്കുക. കർത്താവ് ദിവസം ഭദ്രകാളിക്ക് അഷ്ടോത്തരാർച്ചനയും ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ജലിയും കടുംപായസവും കൊടുക്കുക. കുളമുള്ള ക്ഷേത്രമാണ് മലകൊണ്ട് മീനോട്ട് നടത്തുക. ഇത് മാസത്തിൽ 1 വീതം ആവർത്തിക്കുക. ഇത് തന്നെ കാർത്തിക നാളിൽ ഭദ്രകാളിക്ക് ചെയ്യുക. അത് മാസത്തിൽ 1 വീതം ആവർത്തിക്കുക. പിന്നെ വെള്ളിയാഴ്ചകൾ ഭദ്രകാളിക്ക് ഒരു ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ജലിയും കടുംപായസവും കൊടുക്കുക. ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചനയോ ചെമ്പരത്തിമാലയോ വെച്ചാൽ നല്ലതാണ്, വളരെ നന്നായിരിക്കും. കുളമുള്ള ക്ഷേത്രമാണ് മലകൊണ്ട് മീനോട്ട് നടത്തുക. സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. നാഗരാജാവിന് ഞായറാഴ്ചയോ ബുധനാഴ്ച ഒരു നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ഭാഗ്യം നൽകും. പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ മലയാള മാസം 1-ാം തീയതി ഞാനീ പറഞ്ഞ പോലെ ഈ നാഗരാജാവിന് നെയ്വിളക്ക് തെളിയിക്കുന്നത് അത് ഭാഗ്യമുള്ളവർക്ക് വലിയ ഭാഗ്യം ഉണ്ടാകാനും ധനനഷ്ടമുള്ളവർക്ക് ധനനഷ്ടം ഉണ്ടാക്കാനും ധനനഷ്ടമുള്ളവർക്ക് ആ ധനനഷ്ടം ഒഴിവാക്കാനും നാഗരാജാവിന് മലയാള മാസം 1-ാം തീയതി നെയ്വിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മനസ്സിലാകുന്നുണ്ട്? 1-ാം തീയതി നെയ്വിളക്ക്. പിന്നെ ഞായറും ബുധനും നെയ്വിളക്ക് തെളിയിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ 1-ാം തീയതി കുറച്ചുകൂടി ശക്തിയുണ്ട്. ഇത് 1-ാം തീയതി വീതം ആവർത്തിച്ചത് നല്ലതാണ്. പിന്നെ ഞായറും ബുധനും ചെയ്യും. അതും കൃത്യമായും അതും ഒരുപാട് ആളുകൾക്ക് സാമ്പത്തികമായ നഷ്ടങ്ങൾ ഒഴിവാക്കി സാമ്പത്തികമായ ഉയർച്ച നൽകിയിട്ടുണ്ട്. അതും ചെയ്യുക നല്ലത് തന്നെയാണ്. പക്ഷേ 1-ാം തീയതിയുടെ രഹസ്യം ഞാൻ ആദ്യമായിട്ട് പറയുകയാണ്. അത് വളരെ വലിയ മാറ്റം നൽകും. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇനിയും രേഖയിലെ ചില ചിഹ്നങ്ങളുടെ രഹസ്യം കൂടെ പറഞ്ഞിട്ട് നിർത്തിയേക്കാം. അതായത് ഏത് മണ്ഡലത്തിലും വല അടയാളം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആ സമയം വളരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പല മോശം ചിന്താഗതികളിലേക്ക് പോവുക. അങ്ങനെ ചിന്താഗതികളിലൊന്നും ഉണ്ടാകാതിരിക്കാനും ആ സമയത്ത് ഈശ്വരാധീനത്തിന് വേണ്ടി ക്ഷേത്ര ദർശനം ചെയ്ത് ഏതെങ്കിലും ചൊവ്വാഴ്ച ഭദ്രകാളിക്ക് 100 രൂപയുടെ ഗുരുതി നിവേദ്യം ചെയ്ത് നല്ലതാണ്. ആ സമയദോഷങ്ങളൊക്കെ കടന്നു പൊക്കോളും. പിന്നെ കൃഷ്ണന് മലയാള മാസം 1-ാം തീയതി കൃഷ്ണക്ഷേത്ര ദർശനം ചെയ്ത് ഭഗവാന് ദൂരെയുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോകണം. ഭഗവാന് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി പുരുഷ സൂക്താർച്ചന ചെയ്യുന്ന നല്ലതാണ്. അത് മാസത്തിൽ 1 വീതം ആവർത്തിക്കുന്ന നല്ലതാണ്. ഈ ത്രികോണം ഏത് മണ്ഡലത്തിൽ വന്നാലും ഭാഗ്യം നൽകുന്നതാണ്. ക്രോസ് ഏത് മണ്ഡലത്തിൽ വന്നാലും ദോഷം ചെയ്യും. പക്ഷേ വ്യാഴമണ്ഡലത്തിൽ മാത്രം ഗുണം ചെയ്യും. ബാക്കിയുള്ള മണ്ഡലത്തിലെല്ലാം ദോഷം ചെയ്യും. നേർരേഖ ഏതൊരു മണ്ഡലത്തിലും ഞാൻ പറഞ്ഞല്ലോ, ഏതൊരു മണ്ഡലത്തിൽ എന്ന് പറഞ്ഞാൽ ബുധമണ്ഡലം, സൂര്യമണ്ഡലം, ശനിമണ്ഡലം, വ്യാഴമണ്ഡലം ഈ 4 മണ്ഡലങ്ങളിൽ വളരെ ഗുണം ചെയ്യും ഈ നേർരേഖ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഈ ചങ്ങല പോലെ രേഖ വന്നു കഴിഞ്ഞാൽ ആ രേഖ കാണപ്പെടുന്ന വയസ്സുകളിൽ വളരെ ഭാഗ്യതടസ്സങ്ങൾ ഉണ്ടാകാം. ഏതൊരു കാര്യങ്ങളും നാളെ നീള നിലയെന്ന് മുന്നോട്ട് പോകാം. അതിനൊക്കെ കൃഷ്ണന് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും പുരുഷ സൂക്താർച്ചനയും തിരുമധുരം വ്യാഴാഴ്ചകൾ ചെയ്താൽ മതി, വലിയ മാറ്റങ്ങളുണ്ടാകും. ചില രേഖയുടെ താടി ഒരു തൊങ്ങൽ പോലെ, ചെറിയ ഒരു കുനിപ്പ് പോലെ രേഖ തടിച്ച് കാണാം. ഇതും ഭാഗ്യതടസ്സം ഉണ്ടാക്കുന്നതാണ്. ഇതിന് തിങ്കളാഴ്ച ശിവന് നെയ്വിളക്കും പിൻവിളക്കൂടെ ചെയ്താൽ മതി. തിങ്കളാഴ്ചകൾ രാവിലെ സാധിക്കുന്ന പോലെ ചെയ്യുക. ഇത് വൃത്തമാണ്. ഇത് ഏത് രേഖ വന്നാലും ആ സമയത്ത് ദോഷം ഉണ്ടാകുമെന്നുള്ള ആ സമയം കഴിഞ്ഞാൽ ഗുണം ചെയ്യും. ഇതിന് ഭദ്രകാളിയെ കടുംപായസം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും വെള്ളിയാഴ്ചയും പൗർണമി ദിവസങ്ങളിൽ ആവർത്തിക്കുന്ന നല്ലതാണ്. പിന്നെ ഇവിടെ ഞാനിവിടെ എഴുതിയിരിക്കുക, അത് വരച്ച് കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആഴത്തിലുള്ള രേഖ. ആഴത്തിൽ രേഖയുള്ളവർക്ക് കഷ്ടപ്പാട് കൂടുതലായിരിക്കും, സ്ട്രഗിളിങ് കൂടുതലായിരിക്കും, അലച്ചിൽ കൂടുതലായിരിക്കും. അവർ വളരെ ചെറുപ്പത്തിലെ തന്നെ അല്ലെ വളരെ നേരത്തെ തന്നെ ജീവിതത്തിൽ ഉത്തരവാദിത്വങ്ങൾ കൂടുതൽ, കുടുംബ ഉത്തരവാദിത്വം, കുട്ടികളുടെ ഉത്തരവാദിത്വം, മാത്രമല്ല സാമ്പത്തികമായിട്ട് വളരെ ടൈറ്റ് ആകുക, ഇതൊക്കെ ഉണ്ടാകും. അതിനെല്ലാം കൃഷ്ണന് വ്യാഴാഴ്ച ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും പാൽപ്പായസവും മാസത്തിൽ ഒരു വ്യാഴാഴ്ച, മലയാള മാസം ആദ്യ വ്യാഴാഴ്ച വീതം ആവർത്തിക്കുന്ന നല്ലതാണ്. ഭാഗ്യമൊക്കെ വർദ്ധിച്ചു വരും. നേർരേഖ, ചെറിയൊരു രേഖ എപ്പോഴും നല്ലതാണ്. അധികം വീതിയില്ലാതെ അധികം ആഴത്തിലല്ലാതെ ഒരു വ്യക്തമായിട്ടൊരു രേഖ ഭാഗ്യം നൽകുന്നതാണ്. വീതി കൂടിയ രേഖ എപ്പോഴും ഭാഗ്യതടസ്സം ഉണ്ടാകും. പ്രത്യേകിച്ച് വീതി കൂടി രേഖ കാണുന്ന വയസ്സുകളിലായിരിക്കും ഭാഗ്യതടസ്സം കൂടുതലായിട്ടുണ്ടാകുന്നത്. ശൂലചിഹ്നം എപ്പോഴും ഭാഗ്യം നൽകുന്നതാണ്. അത് ശനിമണ്ഡലത്തിൽ വന്നാൽ ശിവന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. ചതുരചിഹ്നം ശുക്രമണ്ഡലത്തിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും നല്ലതാണ്. ശുക്രമണ്ഡലത്തിൽ ഗുണം ചെയ്യത്തില്ല. അതുപോലെ ബുധരേഖയ്ക്ക് താഴെ ഗുണം ചെയ്യത്തില്ല. ബാക്കിയുള്ളിടത്തെല്ലാം ഈ ചതുരചിഹ്നം നല്ലതാണ്. പ്രത്യേകിച്ച് വ്യാഴമണ്ഡലത്തിലൊക്കെ വരുവാണെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെന്നുള്ളതാണ്, കൃഷ്ണന്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ കേട്ടോ. രേഖ വിട്ട് കാണുക. ചില രേഖകൾ അത് ഭാഗ്യതടസ്സം, ആഴത്തിലെ കഷ്ടപ്പാട്, ക്ലേശം ഒക്കെ ഭാഗ്യതടസ്സങ്ങളാണ്. അതിനൊക്കെ വ്യാഴാഴ്ച കൃഷ്ണന് നിങ്ങൾ രാജഗോപാല മന്ത്രാർച്ചനയും
ഒരു പാൽപ്പായസവും ഭഗവാന് മാസത്തിൽ മലയാള മാസം ആദ്യത്തെ വ്യാഴാഴ്ച കൊടുക്കുക, മാസത്തിൽ 1 വീതം ആവർത്തിക്കുക, നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവ ശിവ.